ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, പ്രിയങ്കരായ സംഘടനാ നേതാക്കളെ, മറ്റ് പ്രവർത്തകന്മാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വിശദമായി ഒരു വിഷയം ഇവിടെ കേരളക്കരയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ച നടത്താൻ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതിനു മുമ്പ് 3 ദൗറകൾ ഇവിടെ നടക്കുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ ദൗറയിൽ വെച്ച് നമ്മുടെ ഒരു സഹോദരൻ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ആ വിഷയം എന്തായിരുന്നു എന്ന് വെച്ചാൽ 2 വിഭാഗം പണ്ഡിതന്മാരെയും ഒരുമിച്ചിരുത്തി ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു ആ ചോദ്യം. അന്ന് ആ രൂപത്തിൽ ആ രൂപത്തിലൊരു ചർച്ചയുടെ രീതിയില്ല എന്ന് സലഫി പറയുകയും ആ പ്രവർത്തകൻ എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഞാനും എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങനെ ചർച്ച ചെയ്യുന്ന സമ്പ്രദായം ഇതിനു മുമ്പും പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാവണം എന്ന് പറയുകയും വ്യക്തിപരമായി തന്നെ സലഫിയോട് ഞാൻ ഈ വിഷയം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അന്ന് നടന്ന ദൗറയ്ക്ക് ശേഷം ഞാനും സലഫിയും ഒരുമിച്ചാണ് ഒരു മുഖാമുഖത്തിലേക്ക് പോയത്. അന്ന് ഞാൻ പറഞ്ഞു, സലഫി, നിങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഖുർആനും സുന്നത്തുമായി യോജിച്ചു പോകുന്ന ഒരവസ്ഥ സക്കരിയ സലാഹിയുമായി ചേർത്ത് നടത്തിയില്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് വ്യക്തിപരമായ പല കാരണങ്ങൾ കൊണ്ടും ഇതിൻ്റെ അകത്ത് കയറിക്കൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വിഷയത്തിൽ സക്കരിയയുമായി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ധാരണ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കണം എന്ന് പറയുകയും സലഫി അത് ഇൻഷാ അല്ലാ നോക്കാം എന്ന് പറയുകയും ചെയ്തു. അതിനു മുമ്പ് ഞാൻ സലഫിയോട് പറഞ്ഞ ഒരു വർത്താനമുണ്ട്. മുജാഹിദ് സെന്ററിൽ വെച്ച് എനിക്ക് ഇപ്പോൾ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ വസ്തുതകളെക്കുറിച്ചുള്ള നിജസ്ഥിതി നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തി തന്നാൽ, അതല്ല ഞാൻ വിചാരിച്ചിരിക്കുന്ന കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ ഇൻഷാ അല്ലാ ഞാൻ മാത്രമല്ല എറണാകുളം ജില്ലയിലുള്ള ഈ വാദം പറയുന്ന മുഴുവൻ കുട്ടികളും അത് ബോധ്യപ്പെടുകയും ഇഖ്ലാസുള്ള കുട്ടികളാണ്, അവർ ശരിയായി തിരിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളതിനു വേണ്ടി പരിശ്രമിക്കണമെന്ന് പറഞ്ഞു. അന്ന് മുഹമ്മദ് മേത്തരും നിസാമുക്കായും കൂടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് മേത്തർ പറഞ്ഞു, എങ്ങനെയെങ്കിലും സലഫി അതിന് തയ്യാറാവണം എന്ന് പറഞ്ഞു. അപ്പോൾ സലഫി പറഞ്ഞു, ഇൻഷാ അല്ലാ താഹ എപ്പോൾ വിളിച്ചാലും ഞാൻ വരാം എന്ന് ഏറ്റവും അനുകൂലമായ മറുപടിയും പറഞ്ഞു. അതിനുശേഷമാണ് ഈ ദൗറകൾ നടക്കുന്നതും ആ ദൗറയിൽ വെച്ച് സംസാരിക്കുന്നതും. അന്ന് സലഫി പ്രഖ്യാപിച്ച ഒരു കാര്യം, അടുത്ത ദൗറയിൽ മുഴുവൻ വിഷയങ്ങൾക്കും സംശയ നിവാരണം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് പിരിഞ്ഞത്. പിന്നീട് വന്ന ദൗറയിൽ ആ ഒരു രീതിയിൽ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വന്നിരുന്നു. സംശയ നിവാരണമാണെങ്കിൽ മുഴുവൻ സംശയ നിവാരണം, വിഷയാവതരണമാണെങ്കിൽ മുഴുവൻ വിഷയാവതരണം, ആ രൂപത്തിലാണ്. അല്ലാതെ ഒരു മുഖാമുഖത്തിൽ ഏതെങ്കിലും ഒരാൾ പോയി ചോദിക്കുകയും കുറേ മറുപടി പറയുകയും ചെയ്യുന്ന ഒരു രീതി നമുക്ക് ഗുണകരമാവുകയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുകൊണ്ട് ആ രൂപത്തിലായിരിക്കും ചർച്ച എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ശാരീരികമായ ചില പ്രയാസങ്ങൾ അതിന് മുമ്പത്തെ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാവുകയും ഞാൻ ചികിത്സയിൽ ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പത്തെ പോലെ ഒരു ചർച്ച ആരോഗ്യപരമായി എനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ചുറ്റുപാട് ആ സാഹചര്യത്തിൽ ഉണ്ടാവുകയും ആ ദിവസം അത് ഇവിടെ കൂടിയ എല്ലാവർക്കും മിക്കവാറും ആളുകൾക്കും ബോധ്യപ്പെട്ടതുമാണ്. അപ്പോൾ വെള്ളം ഇത്തിരി ഇവിടെ വെച്ചേക്കാം. അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ ദൗറ ഉണ്ടായത്. അന്ന് ആ ദൗറയിൽ പ്രശ്നമില്ല, ഈ ചുണ്ടിങ്ങനെ വരണ്ടു പോകും. അതുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട്.
ആ താഴ്ത്തുന്നു. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയ നിവാരണത്തിന് പൂർണ്ണമായ ഒരു അവസരമുണ്ടായില്ല. കാരണം വിഷയാവതരണം കഴിഞ്ഞപ്പോൾ തന്നെ ചോറിയിട്ട് കഴിഞ്ഞ് വന്നു. പിന്നീട് 3:30 മണിക്ക് നിർത്തണമെന്ന് പറഞ്ഞു. ഏകദേശം 4 മണിയോടുകൂടി തന്നെ നിർത്തുകയും ചെയ്തു. ഈ വിഷയമായി 3 ചോദ്യമാണ് ചോദിക്കാൻ കഴിഞ്ഞത്. അതിന്റെ ഉപചോദ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. മറുപടി ശരിയാണോ ശരിയല്ലേ എന്ന് വിലയിരുത്താൻ കഴിഞ്ഞില്ല. ആ രൂപത്തിലാണ് ആ യോഗം പിരിഞ്ഞുപോയത്. അന്ന് ഞാൻ ചോദിച്ച ചോദ്യം ഒന്ന്, ഇബ്നു ബാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, ഗൾഫിലേക്ക് അയച്ച കത്തിൽ ഉസൈൻ മടവൂരിന് ആദർശ വ്യതിയാനം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അന്ന് തയ്യാറാക്കിയ ബ്രോഷറിൽ ഇബ്നു ബാസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ബുദ്ധ ജിന്നു കൂടുകയും അതിനെ ഖുർആൻ ഓതി വേറൊരു പണ്ഡിതൻ സുഖപ്പെടുത്തുകയും അതിനുശേഷം ഇബ്നു ബാസുമായി അയാൾ സംസാരിക്കുകയും ചെയ്തതിന് ശേഷം ആ ജിന്ന് ഇസ്ലാം മതത്തിൽ വന്നു എന്ന സംഭവം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ആളാണ് ബഹുമാന്യനായ ഉസൈൻ അബൂബക്കർ കോയ എന്നുള്ള രൂപത്തിലാണ് കത്തയച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ ചോദ്യം, ഇന്നത് അംഗീകരിക്കുന്നുണ്ടോ? ബുദ്ധ ജിന്നുമായി സംസാരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയം പറഞ്ഞിരുന്നു. അന്ന് ഹനീഫ മൗലവി മറുപടി പറഞ്ഞപ്പോ വേറൊരു പണ്ഡിതന്റെ പേര് പറയുകയും ഇബ്നു ബാസിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഈ വിഷയം സംസാരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ഇബ്നു ബാസ് ചെയ്ത ഈ പ്രവർത്തനം നിഷേധിക്കുകയും തൻതാവി എന്നുള്ള ഈജിപ്തി പണ്ഡിതൻ ഇതിനെ പരിഹസിക്കുകയും ചെയ്യുന്നതിന് ആ രൂപത്തിലുള്ള ആളാണ് ഉസൈൻ അബൂബക്കർ കോയ എന്നാണ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ആ രൂപത്തിലാണോ ഇപ്പോഴും നമ്മുടെ വിശ്വാസം? അതല്ല ഉസൈൻ അബൂബക്കർ കോയയുടെ വിശ്വാസമാണോ, ഉസൈൻ മടവൂരിന്റെ വിശ്വാസമാണോ നമ്മളുടേത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്റെ ചോദ്യം. ആ രൂപത്തിൽ അതിന് ഒരു കൃത്യമായ മറുപടി വന്നില്ല. രണ്ടാമത്തെ വിഷയം, ഖുർആനിലെ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന പരാമർശം, അവിടെ ശൈത്താൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്റെ സന്ദർഭം എന്താണ് എന്ന് വെച്ചാൽ, ശൈത്താൻ ഉണ്ടാക്കുന്ന ഒരു പേടി, സാധാരണ ജിന്നിനെ കുറിച്ച് പറഞ്ഞുണ്ടാക്കുന്ന ഒരു പേടിയിലേക്ക് ആളുകൾ പോകും എന്നുള്ളതിനേക്കാൾ ഉപരിയായി നേരെ മറിച്ച് ശൈത്താൻ ഉണ്ടാക്കുന്ന പേടി എന്താണ് എന്ന് അതിന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ പേടി? ആ പേടി എന്താണെന്ന് വെച്ചാൽ, മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്യുമ്പോൾ മുശ്രിക്കുകളെ കുറിച്ച് ഇവരുടെ മനസ്സിൽ ഒരു പേടി ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമാണ് അവിടെ പരാമർശിച്ചിരിക്കുന്നത്. പക്ഷേ ആ രൂപത്തിലല്ല, അതിന് തെറ്റിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. മൂന്നാമതൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചിരുന്നു, ആ വിഷയം ഞാൻ മറന്നുപോയി. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ 3 ചോദ്യം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു സംസാരിക്കാൻ അവസരമുണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു കുറ്റപ്പെടുത്തലല്ല. കാരണം മൂന്നാമത്തെ മറന്നു ഞാൻ അതിൽ എഴുതില്ല. അപ്പോൾ ഈ മൂന്നാമത്തെ എന്തായിരുന്നു? അല്ല, മൂന്നാമതൊരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ പണ്ഡിതന്മാർക്ക് ഒരു മുഖാമുഖത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ കഴിയാതെ തന്നെ നിർത്തേണ്ടി വരികയാണിത്. അപ്പോൾ അന്ന് പൂർണ്ണമായും നടത്തിയില്ല. പിന്നെ ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നം, ഞാൻ ഈ രൂപത്തിലുള്ള ഒരു ചോദ്യവും ഉത്തരവല്ല പ്രതീക്ഷിച്ചിരുന്നത്. മറിച്ച് ഈ വിഷയത്തിൽ ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു വിഷയാവതരണം നടത്തുകയും ആളുകൾക്ക് ചോദ്യം ചോദിക്കാൻ പറ്റുകയും എനിക്ക് ഉത്തരം പറയാൻ പറ്റുകയും ഉത്തരം പറഞ്ഞതിലെ അപാകതകൾ പണ്ഡിതന്മാർ തിരുത്തുകയും തിരുത്തിത്തരികയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള ഒരു രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം അനസ് മറുപടി പറഞ്ഞ സമയത്ത് അനസ് മൗലവി പറഞ്ഞു, ഈ ബുക്കിന്റെ വിഷയത്തിൽ ഒരു സംവാദത്തിന് ജംഇയ്യത്തുൽ ഉലമ ഇല്ലെങ്കിൽ പോലും, ജംഇയ്യത്തുൽ ഉലമ സമ്മതിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ ജംഇയ്യത്തുൽ ഉലമയുടെ അനുവാദം ഇല്ലെങ്കിൽ പോലും, അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. എന്തെന്നായിരുന്നു പറഞ്ഞത്? വ്യക്തിപരമായി ഞാനും അനീഫും തയ്യാറാണ് എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബന്ധപ്പെട്ട പണ്ഡിതന്മാരെ വിളിക്കുകയും അവർ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. അവർ രണ്ടുപേരും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ
അനസിന്റെ സംസാരവും അനസിന്റെ ആ പിന്നെ സംവാദത്തിനുള്ള ക്ഷണത്തിന് ഒരു 10-15 മിനിറ്റിന് ശേഷം ഞാൻ ഉത്തരം കൊടുത്തു. ഇൻഷാ അല്ലാ നമ്മൾ ഭാഗത്തൊന്നും തയ്യാറാണ് എന്ന് പറയുകയും അങ്ങനെ തയ്യാറെടുക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം ഞാൻ പറഞ്ഞ ഒരു പരാമർശം അനസിനോട്, പിന്നെ അനസൊന്ന് ഫോൺ ചെയ്യുമ്പോൾ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ മുഹമ്മദ് മേത്തർ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ ആ രൂപത്തിലാണ് അന്ന് അവസാനിച്ചത്. അതിനുശേഷം പിന്നെ അനസിന്റെ വീട്ടിൽ ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും കൂടി പോയി ഒരു കരാറ് അനസ് പറഞ്ഞു തന്ന ഒരു വിഷയത്തിൽ, അതായത് ജമിയത്തുൽ ഇറക്കിയിരിക്കുന്ന പുസ്തകത്തിൽ പിന്നെ സലഫി വിരുദ്ധ ആശയങ്ങളും ഉണ്ട് എന്നുള്ള ഒരു വിഷയത്തിൽ കരാർ എഴുതി ഒപ്പിടുകയും ചെയ്തു. ഈ ഒപ്പിട്ടതിന് ശേഷം അന്ന് രാത്രി അനസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ അകത്തൊരു അപാകതയുണ്ട്, അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ചോദ്യോത്തരത്തിന്റെ സമയങ്ങളൊന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് അപ്പൊ നമുക്ക് തിരുത്തിയാൽ പോരെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനസ് അവിടെ നിന്ന് തിരുത്തുകയും ഞാൻ ഇവിടെ ഇരുന്ന് തിരുത്തുകയും ചെയ്താൽ പോരാ, നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് തിരുത്തണം. അതിനുശേഷമല്ലാതെ അനസ് ഈ വിഷയം ആരോടും പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ഇത് ആരെയും കാണിക്കരുത് എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ചില പേരുകളും കൂടി പറഞ്ഞിരുന്നു, അല്ലേ അനസ്? എന്നെ ആളെ കാണിക്കരുത്, ആരെയും അങ്ങനെ കാണിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിച്ചിരുന്നു. അതിനുശേഷം ഈ ഒരു വാദപ്രതിവാദം ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ പല ഭാഗത്തു നിന്നും ആളുകൾ എന്നോട്, അല്ലെങ്കിൽ ഒരു ചർച്ച, ഒരു സംവാദം ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിക്കുകയും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഇത് ശരിയാവില്ല, ഇതുകൊണ്ട് ദോഷം ചെയ്യും എന്ന് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇത് പിന്നെ ഇതിലൂടെ കമ്പ്യൂട്ടറിലൂടെയൊക്കെ ആൾക്കാർ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ വരികയും ഇത് സുന്നികളുടെ കയ്യിൽ ഇതിന്റെ ക്ലിപ്പിംഗ് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ബഹുമാന്യനായ എം മുഹമ്മദ് മദനിയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ പോയി അദ്ദേഹവുമായി സംസാരിച്ചു. ഞാൻ പോയപ്പോൾ കൂട്ടിന് അവിടെ ചെന്നിട്ട് ഉസ്മാൻ മദനിനെയും കൂട്ടിയാണ് പോയത്. ഞങ്ങൾ 2 പേരും കൂടി പോയി. രാവിലെ സുബഹി കഴിഞ്ഞപ്പോൾ തന്നെ സംസാരിക്കാൻ വേണ്ടി ഇരുന്നു, സംസാരിച്ചു. അപ്പോൾ പിന്നെ മദനി പറഞ്ഞു, അത് നീയും അനസും കൂടി ഉണ്ടാക്കിയ ഒരു കാര്യം, ആ ഒരു വിഷയത്തിൽ പിന്നെ നിങ്ങൾ തമ്മിൽ കരാറും ആയിക്കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മൗലവി കരാറ് സ്ഥിരീകരിച്ചിട്ടില്ല അതിൽ പിന്നെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് പറയരുതെന്ന് പറഞ്ഞ ഒരു കാര്യമാണ്. കാരണം കരാറായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെന്നിട്ട് പിന്നെ എമ്മമ്മിനോട് സമ്മതം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വിഷമമുണ്ട്. മാത്രമല്ല കരാറാവുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും കരാറാകണമെങ്കിൽ അതിൻ്റെ അകത്തുള്ള തിരുത്തും കാര്യങ്ങളും ശരിയായതിനു ശേഷം മാത്രമാണ്. അത് മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, അങ്ങനെ പൂർണ്ണമായ ഒരു കരാറായിട്ടില്ല, ഞങ്ങൾ തമ്മിലൊരു ധാരണയായിട്ടുണ്ട്, അത് കരാറായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് കരാറായിട്ടില്ല എന്നുള്ളതിന് എന്താണ് കാരണമെന്ന് പിന്നീട് ഞാനത് വിശദീകരിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് പോന്നു. അപ്പോൾ മൗലവി അന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, അത് നീയും അനസും തമ്മിലുണ്ടാക്കിയ ഒരു ധാരണ, അത് നിങ്ങൾ ഒരു അടച്ചിട്ട മുറിയിൽ ഇരുന്നിപ്പോൾ ചർച്ച ചെയ്തതെന്ന് വിചാരിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ സാർ ഇത് നിങ്ങളുടെ ഒരു അനുവാദമായി ഞാൻ പരിഗണിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ല ഞാൻ അനുവാദമായിട്ട് ഇത് പറയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നിർത്തിവെക്കാനും അദ്ദേഹം പറഞ്ഞില്ല, ഇതിന് അനുവാദവും തന്നില്ല. ഇതിങ്ങനെ നടക്കട്ടെ എന്നുള്ള ഒരിത്, എന്നാൽ നടക്കട്ടെ എന്നുള്ള ഒരു കാര്യം തിരിച്ചു ചോദിച്ചപ്പോൾ അതിന് ആ രൂപത്തിലും പറഞ്ഞു. പിന്നീട് പല ആളുകളും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എം താഹാനോട് പറഞ്ഞത് പിന്നെ ഇത് നിർത്തിവെക്കണമെന്നാണ്, ഇത് നടത്താൻ പാടില്ല എന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പലരും വിളിച്ചപ്പോഴും പലരോടും പറഞ്ഞു. അപ്പം ഇന്നലെ ഉച്ച ആയപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളൊന്ന് എം വിളിക്കണം, എം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോടൊന്ന് വിളിക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞു. ഞാൻ അപ്പം തന്നെ എം ഫോൺ ചെയ്തു. അപ്പോൾ എം എന്നോട് പറഞ്ഞൊരു വർത്തമാനം, ഇത് ഞാൻ അന്നും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ രൂപത്തിൽ ഒരു ചർച്ച നടക്കുന്നതിനോട് ഒരു യോജിപ്പും എനിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാസ്തവത്തിൽ കാര്യങ്ങളൊക്കെ വളരെ മുമ്പോട്ട് പോയിരുന്നു. അതിനു മുമ്പ്, ഈ വിളി നടക്കുന്നതിന് മുമ്പ് എനിക്ക് വ്യക്തിപരമായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഇന്നത്തെ ദിവസം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോകേണ്ടതുള്ളത് കൊണ്ടും ഞാൻ അനസിനെ വിളിച്ചു. അനസുമായി ഉള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, അനസ് ഇന്നമാതിരി എനിക്കൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതിലൊന്നും വേറെ ഒരു ഇതുമില്ല, ഞാനും അനസുമാണ്, വേണമെങ്കിൽ ഇന്ന് നടത്താം, അല്ലെങ്കിൽ നാളെ നടത്താം, അല്ലെങ്കിൽ മറ്റന്നാൾ നടത്താം, അതിനൊന്നും യാതൊരു വിരോധവുമില്ല. ഇവിടെ ആകെയുള്ള ഈ സൗകര്യം
ഈ സൗകര്യം താഴ്സേട്ട് എന്ത് ചെയ്താണ് ഇവിടെ വരുന്ന ആളുകൾക്കുള്ള ഭക്ഷണവും ഇതിനുള്ള സംവിധാനവും ഒക്കെ താഴ്സേട്ട് അവർ മുമ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോഴും ചെയ്തു വെച്ചിരിക്കുന്നു. അതിൽ നമുക്ക് വേറെ പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വേണ്ട വേറൊരു ദിവസം മതി എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അനസ് പറഞ്ഞു അത് താക്കില്ലെങ്കിലും സാരമില്ല, ഈ പരിപാടി നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ നമുക്ക് വീട്ടിലിരുന്ന് CD കാണാനായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനതിന് സമ്മതിക്കുകയും ചെയ്തു. ഇന്നലെ ആണ് MM വിളിച്ചിട്ട് പറയുന്നത് ഇത് ഒരു കാരണവശാലും നടക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല, പിന്നെ നീ പിന്നെ വിളിക്കും, ഞാൻ റേഞ്ചിലല്ല എന്ന് പറഞ്ഞ നിർത്തുകയും പിന്നീട് വിളിച്ചിട്ട് കിട്ടാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാനത് നമ്മുടെ പണ്ഡിതന്മാരോട് പറയാതെ മറച്ചു വെച്ചുകൊണ്ട് ഒരു സംവാദത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ഈ പ്രസ്ഥാനത്തിലുണ്ടാകുന്ന എന്ത് പിളർപ്പിന്റെയും എന്ത് പ്രശ്നത്തിന്റെയും ഉത്തരവാദിത്തം മുഴുവൻ എന്റെ നെഞ്ചിലേക്ക് ഏറ്റേണ്ടി വരികയും ചെയ്യും എന്നുള്ള ഒരു വിഷയം, അത് ഏകദേശം ഞാൻ മാത്രമാണ് അതിന് കാരണക്കാരൻ എന്നുള്ള ഏകപക്ഷീയമായ ഒരു പ്രവർത്തനം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും പണ്ഡിതന്മാരോട് പറയേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നമാതിരിയാണ് കാര്യം, അവര് MM പറഞ്ഞിരിക്കുന്നത് നടത്തരുത് എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു നമ്മളില്ല, സംവാദത്തിന് നമ്മളില്ല എന്ന് പറഞ്ഞു. MM-ന്റെ അനുവാദമില്ലാത്തൊരവസ്ഥയാണെങ്കിലും സാരമില്ല, അതിങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞൊരു രീതിയാണെങ്കിലും സാരമില്ലായിരുന്നു, പക്ഷെ ഇനി അത് നടക്കാൻ പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. പിന്നീട് ഇന്നലെ ഏകദേശം 2 മണിവരെ രാത്രി നിരന്തരമായി ഈ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ മുജാഹിദ് ബാലുശ്ശേരി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് താക്ക ഈ പരിപാടി നടക്കരുത്. ഹുസൈൻ സലഫി വളരെ വിഷമത്തോട് വിളിച്ചിട്ട് പറഞ്ഞത് ഒരു കാരണവശാലും നടക്കരുത്. ഗൾഫിൽ നിന്ന് നമ്മുടെ സംഘടനയെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ പല ഭാഗത്തു നിന്നും ഇതിങ്ങനെ നടന്നാൽ ഇത് ഈ സംഘടനക്ക് ഉണ്ടാകുന്ന കോട്ടം ചെറുതല്ല, ഇതോടുകൂടി ഈ സംഘടന പിളരുകയായിരിക്കും അതിന്റെ ഫലം എന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ സംഘടനക്ക് ഒരു പരിക്കുണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അനസ് ഇവിടെ നേരത്തെ പറഞ്ഞപ്പോൾ ലാഘവ ബുദ്ധിയോടുകൂടിയാണെങ്കിലും പറഞ്ഞു ഇതിൻ്റെ അകത്ത് തകരാറുണ്ടെങ്കിൽ ഞാനും താഹയ്ക്ക് ഈ സംഘടനയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറഞ്ഞു. പക്ഷേ അനസിന് ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞേക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഈ പ്രസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് തൗഹീദിൽ വരികയും ഈ പ്രസ്ഥാനം കൊണ്ട് എന്തുണ്ടാവുകയും ചെയ്യും, നമ്മൾക്ക് ഒരുപാട് വളർച്ച ഉണ്ടാവുകയും ആദർശപരമായ മുന്നേറ്റം ഉണ്ടാവുകയും ജനങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് മാറി പുറത്തോട്ട് പോവുക, അതല്ലെങ്കിൽ ഇതിലൊരു പിളർപ്പുണ്ടാക്കാൻ ഞാൻ കാരണക്കാരനാകുക എന്നുള്ളത് എനിക്ക് സഹിക്കാൻ കഴിയാവുന്നതിലും അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ആണ് ഉണ്ടായി. അതിനുശേഷം ഇവിടെ ഇന്നലെ രാത്രി തന്നെ ഗൾഫിൽ നിന്ന് എനിക്ക് ഒരു മെയിൽ വരികയുണ്ടായി. ഞാനത് ഇന്ന് രാവിലെയാണ് എടുത്തത്. എനിക്ക് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തു. അത് വന്നിരിക്കുന്നത് അബ്ദുറഹ്മാൻ അബ്ദുല്ല അൽ ഈദാൻ, ഇവിടെയുള്ള നമ്മളുടെ സമ്മേളനങ്ങൾക്കൊക്കെ വരുന്ന പ്രമുഖ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു കത്ത് അറബിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ മലയാള പരിഭാഷ അത് TP അബ്ദുള്ള കോയ മദനിക്കും M മുഹമ്മദ് മദനിക്കുമാണ് അയച്ചിരിക്കുന്നത്. കൂടാതെ ഈ സംവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അനസു മൗലവിക്കും എനിക്കും അയച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അത് എഴുതിയിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. നിങ്ങളുടെ സംഘടനയിലെ ചില സലഫി പ്രബോധകർ അഭിപ്രായ വ്യത്യാസമുള്ള ചില വിഷയങ്ങളിൽ വാദപ്രതിവാദം നടത്താൻ തീരുമാനിച്ച വിവരം എനിക്ക് ലഭിച്ചു. മുൻഗാമികളും ആധുനികരുമായ സലഫി പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ സത്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹറമൈനിലെ നമ്മുടെ പണ്ഡിതന്മാരാണ് ഇത് അവസാനമായി ചർച്ച ചെയ്തിട്ടുള്ളത്. ഇത്തരം ഭിന്ന വിഷയങ്ങൾ പൊതുജനങ്ങളിലേക്ക് എടുത്തിട്ടാൽ അതിലൂടെ ഉണ്ടാകുന്ന അപകടവും സംശയങ്ങൾ ഇളക്കിവിടാവുന്ന സാഹചര്യവും അതിലൂടെ സംഭവിക്കാവുന്ന നാശവും വഴിപിഴവും നമുക്കേവർക്കും അറിയാവുന്നതാണ്. 2 മാസം മുമ്പ് നിങ്ങൾ ഞങ്ങളെ സൗദി അറേബ്യയിൽ സന്ദർശിച്ചപ്പോൾ നമ്മൾ ഒരു യോജിപ്പിലെത്തിയിരുന്നു. അതായത് ഔക്കാഫ് മന്ത്രിക്ക് തർക്കത്തിലിരിക്കുന്ന 2 വിഭാഗത്തെയും സൗദിയിലേക്ക് വിളിക്കുവാനുള്ള ഒരു ഔദ്യോഗിക കത്ത് നിങ്ങൾ അയക്കണമെന്നും തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഐക്യം തകരുകയും സംഘടന പിളരുകയും ഫിത്നയും ഭിന്നതയും ഉണ്ടാകുവാനും സാധ്യതയുള്ള ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പണ്ഡിതന്മാരോടും പ്രബോധകന്മാരോടും ഒപ്പം ഇരിക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇതുവരെയും നിങ്ങളിൽ നിന്ന് ഒരു കത്തും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നന്മയേക്കാൾ ഉപരിയായി തിന്മ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ
നിങ്ങളുടെ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളുടെ പൊതുനന്മ ഉദ്ദേശിച്ചുകൊണ്ട് ഈ സംവാദത്തിലേക്ക് നിങ്ങൾ ഇറങ്ങരുതെന്നും പൊതുജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാവുന്ന ഇത്തരം വിഷയങ്ങൾ പൊതുസദസ്സുകളിലും സംവാദങ്ങളിലും എടുത്തിടുന്നതിൽ നിന്നും നിങ്ങൾ പിന്തിരിയണമെന്നും ആശിക്കുന്നു. അതിനാൽ ഈ സംവാദം നിർത്തിവെക്കണമെന്നും രണ്ട് വിഭാഗത്തിൻ്റെയും കക്ഷികളെ ആ പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യാൻ സൗദിയിലേക്ക് അയക്കണമെന്നും നിങ്ങളെ ഉണർത്തുകയാണ്. ഔക്കാഫ് മന്ത്രി സാലിഹ് ബിൻ അബ്ദുൽ അസീസ് ആലു ഷെയ്ഖുമായി ചർച്ച നടക്കുകയും നന്മക്ക് കാരണമാകുന്നതും നിങ്ങളുടെ പ്രബോധനത്തിനും സംഘടനക്കും ഗുണം നൽകുന്നതുമായ എന്ത് കാര്യവും ചെയ്യാൻ തയ്യാറാണെന്നും മന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ പെട്ടെന്ന് നിങ്ങൾ സൗദിയിലേക്ക് വരണം. അതിൽ അലംഭാവം കാണിക്കരുത്. ഇങ്ങോട്ട് വരാനുള്ള നിയമപരമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കുവാനും ഇരുവിഭാഗത്തിൻ്റെ ചെലവുകൾ ഏറ്റെടുക്കുവാനും ഞങ്ങൾ സന്നദ്ധരാണ്. നിങ്ങളുടെ ഐക്യവും ശക്തിയും തകർക്കുവാൻ, ശത്രുക്കൾക്ക് കടന്നുവരാനുള്ള വഴികളെ തടയുവാനും വ്യക്തികൾക്കിടയിൽ നീതിയും നന്മയും ഉണ്ടാകുവാനും നിങ്ങൾ ശക്തമായ നിലക്ക് പരിശ്രമിക്കണമെന്നും ഉപദേശിക്കുകയാണ്. അള്ളാഹു നിങ്ങളിലൂടെ നന്മ നടപ്പിലാക്കുകയും നിങ്ങളുടെ ഐക്യത്തെ ഉറപ്പിച്ചു നിർത്തുകയും ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നിങ്ങളെക്കൊണ്ട് ഗുണം നൽകുകയും ചെയ്യുമാറാകട്ടെ. മുഹമ്മദ് നബിയിലും അവിടുത്തെ അനുയായികളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുല്ല അൽ ഈദാൻ സൗദി അറേബ്യയിലെ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററുകളുടെ മുഖ്യ രക്ഷാധികാരിയാണ്. ഇങ്ങനെ ഒരു കത്ത് അവിടുന്ന് വരികയും അത് അനസ് മൗലവിക്കും എനിക്കും വരികയും അതേപോലെ തന്നെ എംഎമ്മിനും ടി പിക്കും വരികയും ടി പിക്കുള്ള കത്തിൻ്റെ കോപ്പിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അയച്ചത്. അപ്പോൾ ആ രൂപത്തിൽ വരികയും ചെയ്തപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും നല്ലതും എന്നാൽ ഒരു പ്രയാസമില്ലാത്തതും സംഘടനയുടെ അകത്ത് ഒരു ഭിന്നിപ്പ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് എനിക്കത് ബോധ്യപ്പെട്ടത്. കാരണം ആ ചർച്ച പലപ്പോഴും ആ സൗദി പണ്ഡിതന്മാരുടെയും അവിടുത്തെ ഔക്കാഫിൻ്റെയൊക്കെ മുമ്പിൽ വെച്ചായിരിക്കാം അള്ളാഹു അലം ആ രൂപത്തിലേക്കുള്ള ഒരു ചർച്ചയാണെങ്കിൽ അത് ഇവിടെ കേരളത്തിലെ മുജാഹിദുകളുടെ ഇടയിൽ അത് ഭിന്നിപ്പില്ലാതിരിക്കുകയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്തതും എനിക്ക് വളരെ സന്തോഷം നൽകിയതുമായ ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ നമ്മളിലെ തന്നെ ചില ആളുകൾ പുറത്തേക്കെടുത്തിടുന്നത് കൊണ്ടുണ്ടായ ദോഷങ്ങൾ ഇവിടെ പലർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിൽ ഈ വിഷയം വിശദീകരിക്കുകയും അതിൻ്റെ CD നമ്മുടെ ശത്രുക്കളുടെ കൈകളിൽ എത്തുകയും അഹസനിമാരും മടവൂരികളുമൊക്കെ ആ CD-യിൽ നിന്ന് ക്ലിപ്പിംഗ് ഇട്ട് ആഘോഷിക്കുകയും ചെയ്തതൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആ രൂപത്തിലൊന്നും ഒരു പ്രയാസവുമില്ലാതെ പണ്ഡിതന്മാർ മാത്രമാണ്. പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നിടത്ത് സാധാരണക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ പിടിച്ചില്ലെങ്കിൽ പോലും മൊബൈലിൽ കൂടി പിടിച്ചിട്ട് അപ്പം തന്നെ ആൾക്കാരെ കാണിക്കുന്ന ഒരു കാലമാണെന്ന്. പല രൂപത്തിലും പല പ്രവർത്തനങ്ങളും ഇരുഭാഗങ്ങളിൽ നിന്നുള്ള തഖ്വയില്ലാത്ത ആളുകൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പല ചോർത്തലും പ്രശ്നങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം വിഷയങ്ങളിലേക്കൊന്നുമില്ലാതെ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാവുകയും ഈ സലഫി സംഘടന ഈ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇവിടുത്തെ കുബൂരികൾ നമ്മൾ ഏറ്റവും നല്ല ഒരവസ്ഥയിലേക്ക് വരുന്ന സാഹചര്യമാണ് കേരളത്തിൽ ദഅവത്തുമായി ബന്ധപ്പെട്ട്. ഏറ്റവും നല്ല ഒരു സാഹചര്യമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ ഏറ്റവും മുതിർന്ന ഏറ്റവും മുന്തിയ സംഘടനയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ അങ്ങനെ തന്നെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് മുഖാന്തരം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയം പല സ്ഥലങ്ങളിലും പക്വതയില്ലാത്ത ആളുകൾ ചർച്ച ചെയ്യപ്പെടുകയും ആ വിഷയം വേണ്ട രീതിയിൽ ആളുകൾ മനസ്സിലാക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അതിന് ഏറ്റവും നല്ല ഒരു പരിഹാരം ഇവിടെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവർക്ക് കാശ് ചെലവില്ലാതെ തന്നെ ഗൾഫിലോട്ട് പോകാനും അവിടെ നിന്നുള്ള പണ്ഡിതന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവിടുത്തെ ആലു ഷെയ്ഖിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ എനിക്ക് ഈ ആലു ഷെയ്ഖിനെയും അറിയില്ല, ഈദാനെ അറിയില്ല. ഈദാനെ കണ്ടിട്ടുണ്ട് അല്ലാതെ യാതൊരു ഇതുമില്ല. സമ്മേളനങ്ങൾക്കൊക്കെ വരുമ്പോൾ കണ്ടേക്കുന്നത് മാത്രമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ആ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ നമ്മുടെ പണ്ഡിതന്മാർ ഇരിക്കുകയും അവരുടെ സംസാരം അവർ കേൾക്കുകയും അതിൻ്റെ അകത്തുള്ള സലഫി വിരുദ്ധ ആശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിനാണെങ്കിലും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഒക്കെ മാറി നിൽക്കാതെ കൃത്യമായി ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന ഒരവസ്ഥ സംജാതമാകുകയും ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള ഒരു കാര്യത്തിന് ഞാൻ മുൻതൂക്കം കൊടുക്കുകയാണ്. രണ്ടാമത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ
ഞാൻ ഏറ്റെടുക്കുമ്പോൾ എൻ്റെ പുറകിൽ ആരുണ്ടാകും എന്ന് വിചാരിച്ചല്ല ഞാൻ ഏറ്റെടുത്തിരുന്നത്. ഇപ്പോഴും ഞാൻ ആ രൂപത്തിൽ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആരെങ്കിലും എൻ്റെ പുറകെ ഉണ്ടാകുമോ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ മുമ്പിലുണ്ടാകുമോ എന്നൊന്നും എനിക്കൊരു ധാരണയുമില്ല. മറിച്ച് എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റാവുന്ന ഒരു നാവ് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ആ നാവ് ഉപയോഗിക്കാനുള്ള ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഇന്ന് എന്നുള്ളത് മാറ്റിവെച്ചാൽ ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാണ്, ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ വിഷയം ഇപ്പോഴും അവശേഷിക്കുന്നു ഇല്ലെന്നല്ല. ആ ഏത് പണ്ഡിതനില്ലെങ്കിലും ഇനി നടക്കുന്ന ദൗറ കുറച്ച് ദിവസമാണെങ്കിൽ എനിക്ക് ഈ അസുഖത്തിൽ നിന്ന് ഒരു മുക്തി കിട്ടിയാൽ, സംസാരിക്കാനുള്ള താക്കത്ത് കിട്ടിയാൽ ഇൻഷാ അല്ലാ ഞാൻ തന്നെ ഇനിയും തയ്യാറാണ്. എനിക്കതൊരു വാദപ്രതിവാദത്തിന്റെ വെല്ലുവിളിയോ അതല്ലെങ്കിൽ ആരെങ്കിലും ഇകഴ്ത്താനുള്ള ഒരു ശ്രമമോ അല്ല. നേരെ മറിച്ച് ഈ സംഘടനയുടെ അകത്ത് നടക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പോരടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത് എന്നുള്ള ഗുണകാംക്ഷയുള്ള ആളുകളുടെ, ഒരുപാട് ആളുകളുടെ കരഞ്ഞുകൊണ്ടുള്ള പറച്ചിൽ അത് തള്ളിക്കളയാൻ കഴിയാവുന്നതല്ല. മുഹമ്മദ് മദനി ഇത് നടക്കരുത് എന്നാണ് ഇന്നും നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞത് മുഹമ്മദ് മദനിയെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോടുള്ള ബഹുമാനവും ആദരവും മുമ്പിൽ വെച്ചുകൊണ്ട് പറയട്ടെ, അദ്ദേഹം പറഞ്ഞൊരു വാക്കും തട്ടിക്കളയാൻ കഴിയില്ല. ഇനി അതല്ല, വ്യക്തിപരമായി ഇട്ടാണെങ്കിൽ ആ ചർച്ച വേറെ ആർക്കും ഈ സംഘടനയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കാത്ത രൂപത്തിൽ ഇവിടെ നടക്കുന്ന ദൗറയിൽ പല വിഷയങ്ങളും ചോദിക്കാറുണ്ട്, പല വിഷയങ്ങളും ചർച്ച ചെയ്യാറുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ദൗറ മാത്രമായി വീഡിയോ റെക്കോർഡിങ്ങും ഒന്നുമില്ലാതെ ആരും ആരുടെയും മുമ്പിൽ തോക്കാതെ സത്യം എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ഒരു അവസരം സംജാതമാവുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഇപ്പോഴും ഞാൻ തയ്യാറാണ്. ഇപ്പോൾ നിങ്ങൾ എന്നെ ഒരു സംവാദത്തിലേക്ക് വിളിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഏറ്റെടുക്കുന്നത് ഈ എൻ്റെ ആരോഗ്യപരമായ പ്രശ്നത്തിൽ ഞാനൊരു ആത്മഹത്യാപരമായിരിക്കും അത് ഏറ്റെടുക്കുക എന്നുള്ളത് കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ വിഷയത്തിൽ ഇതിൻ്റെ അകത്തുള്ള നന്മ കരുതിക്കൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് ഒരു പിളർപ്പുണ്ടാവരുത് എന്നുള്ളത് കരുതിക്കൊണ്ട്, ഈ പ്രസ്ഥാനത്തിന് ഒരു ചെറിയ അപാകത കാണുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഊരിച്ചാടി പുറത്തോട്ട് പോകാം എന്ന് പറയുന്ന ആളുകളുമായി യോജിപ്പില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ അകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും ഞാൻ ജീവനെ പോലെ സ്നേഹിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ സൗദി മന്ത്രാലയം അവർ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ അതിൻ്റെ അകത്തൊരു നന്മയുണ്ട്, ഈ പ്രസ്ഥാനത്തിനൊരു ബർക്കത്തുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ സംവാദം നടത്തുക എന്നുള്ള വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം ദൗറയിൽ ഇൻഷാ അല്ലാ അവസരം തരികയാണെങ്കിൽ സംസാരിക്കാം, അവസരം എനിക്ക് പടച്ചോൻ തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാ സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്കേവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും പോരാടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും നമ്മൾക്ക് അള്ളാഹു വിജയം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടിയതുപോലെ തന്നെ നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنا تصرفون. ബഹുമാനരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സംഘടനാ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുചേരൽ അവന്റെ ദീനിനു വേണ്ടി, നേരായ വിശ്വാസത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി,
തൗഹീദിന്റെയും സുന്നത്തിന്റെയും സാക്ഷീകരണത്തിന് വേണ്ടി ഒത്തുചേർന്ന ഈ ഒത്തുചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് പ്രതിഫലാർഹമായ രൂപത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. ഏതെങ്കിലും തരത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ മാനുഷികം എന്ന നിലക്ക് വന്നു പോകുന്നെങ്കിൽ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇന്നിവിടെ കേരളത്തിൽ വളരെ സജീവ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള സംവാദം നിശ്ചയിക്കപ്പെട്ട ദിവസമാണ്. ആ ദിവസത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമ്പോൾ മഹത്തായ ആദർശ പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കളും അവർ ദീർഘദൃഷ്ടിയുള്ളവരും ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ പ്രാപ്തരും അതുപോലെ തന്നെ ഈ സമൂഹത്തെക്കുറിച്ച് ബോധമുള്ളവരും ഈ സമൂഹത്തിനും ഈ പ്രസ്ഥാനത്തിനും ഒരു അപകടം സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് കൂടുതൽ വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. ഇത്തരമൊരു സംവാദത്തിലേക്ക് എത്തിച്ചേർന്നത് ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദൗറയിലോ നടന്ന ഒരു ചർച്ച, ആ ചർച്ചയിലൂടെ ഊരിത്തിരിഞ്ഞ ചില വാദഗതികൾ അതിന്റെ അടിസ്ഥാനത്തിലല്ല. നേരെ മറിച്ച് കുറച്ചു നാളുകളായി കേരളത്തിൽ വളരെ സജീവമായ ചർച്ചകൾക്ക് ജിന്നും സിഹറും വിധേയമായ ഘട്ടത്തിൽ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം വളരെ ശക്തമായ ചില നിലപാടുകൾ ആ വിഷയത്തിൽ സ്വീകരിക്കുകയും അത് പഠിക്കുകയും കേരള ജംഇയ്യത്തുൽ ഉലമ അത് ചർച്ച ചെയ്യുകയും അതിലേക്ക് ആവശ്യമായ പ്രബന്ധങ്ങൾ ക്ഷണിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുകയും അഭിപ്രായ വ്യത്യാസങ്ങൾ അവിടെ രേഖപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം സർക്കുലർ വഴി നമ്മുടെ നാട്ടിലെ മുജാഹിദ് പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. കേവലം ഒരു ദിവസമോ 2 ദിവസമോ ഏതാനും മാസങ്ങളോ കേവല ചർച്ച നടത്തിയിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് തൽക്കാലം തടിതപ്പുക എന്ന നിലപാടല്ല ജംഇയ്യത്തുൽ ഉലമയും അതുപോലെ തന്നെ കേരളത്തുൽ മുജാഹിദീനും ആ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 2007 മുതൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും ഒരു കാര്യം പറഞ്ഞാൽ, ഒരു തെളിവ് പറഞ്ഞാൽ, ഒരു ഉദ്ധരണി പറഞ്ഞാൽ അത് മനസ്സിലാകുന്ന പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ പ്രമാണബദ്ധമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് സമൂഹത്തിനിടയിൽ ഇറക്കിവിടുകയും ചെയ്തപ്പോൾ, അത് ജനങ്ങൾക്കിടയിൽ എത്തിച്ചു കൊടുത്തപ്പോൾ ജംഇയ്യത്തുൽ ഉലമക്ക് വിവരമില്ല. അവിടെ കുറച്ച് കഴുതത്തലയന്മാരാണുള്ളത്. ആ കഴുതത്തലകൾ പറയുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഇതാ 14 പേജുള്ള ആ പുസ്തകത്തിൽ വന്ന അബദ്ധങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള വിശദീകരണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട കേരള ജംഇയ്യത്തുൽ ഉലമ നിർവാഹക സമിതി മുമ്പാകെ കേരള ജംഇയ്യത്തുൽ ഉലമ മെമ്പർമാരും കേരളത്തുൽ മുജാഹിദീൻ പ്രബോധകരുമായ താഴെ പേരെഴുതി ഒപ്പിടുന്നവർ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പേരില്ല ഒപ്പില്ലാത്ത ഒരു സാധനം ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിച്ചു. ലോകം മുഴുവൻ വിതരണം ചെയ്തു. ഇത് ഖുറാഫികളുടെ കയ്യിലെത്തുമെന്ന പേടിയുണ്ടായില്ല, ഇത് മടവൂരികൾ കാണുമെന്ന പേടിയുണ്ടായില്ല. നാടൊട്ടാകെ പ്രചരിപ്പിക്കുക മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരാൾ കൈകൊണ്ട് എഴുതി അതോടൊപ്പം ഇത് അറ്റാച്ച് ചെയ്ത് മെയിൽ വഴി പ്രചരിപ്പിച്ചു. എന്താണ് എഴുതിയതെന്നറിയോ? KJU കഴുതത്തലകളുടെ പുസ്തകത്തിന് KNM ISM MSM പ്രവർത്തകരുടെ മറുപടി ശ്രദ്ധിച്ചു വായിക്കുക. KJU കഴുതകളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇൻഷാ അല്ലാഹ്. ഒരാളുടെയും മനസ്സ് നൊന്തില്ല. ഈ പ്രസ്ഥാനത്തിന്റെ മഹത്വം പറയുന്ന ഒരാളുടെയും മനസ്സ് നൊന്തില്ല. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ഈ പ്രസ്ഥാനം, കേരള നദൂത്തുൽ മുജാഹിദീൻ എന്ന ഈ പ്രസ്ഥാനം, ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ എന്ന ഈ പ്രസ്ഥാനം, MSM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, MGM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, കേരള സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും തൗഹീദ് എന്തെന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്ന ഈ പ്രസ്ഥാനത്തെ തെരുവുകളിലിട്ട് മഹാമോശമായി ചെളിവാരി എറിയുമ്പോ ഒരാളുടെയും മനസ്സ് നൊന്തില്ല, ആർക്കും വേജാർ തോന്നിയില്ല, ആർക്കും വേദനിച്ചില്ല. എന്നാൽ ഈ 14 കോപ്പി കേരളത്തിൽ ഈ എറണാകുളത്തടക്കം ISM-ന്റെ പ്രവർത്തകർ എടുത്ത് വിതരണം ചെയ്തു. നമ്മുടെ പ്രവർത്തകർക്കിടയിൽ കൊടുത്തുവിട്ടു. ആളുകൾക്കിടയിൽ തശ്വീഷ് ഉണ്ടാക്കി. ഈ വിഷയം എങ്കിൽ ഉത്തരവാദിത്വ ബോധമുണ്ടായിരുന്നെങ്കിൽ, ഇഖ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ, ആത്മാർത്ഥതയുണ്ടായിരുന്നെങ്കിൽ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് അവനവന്റെ പേര് വെച്ച് കൊടുത്തിട്ട് ഇന്ന തെറ്റുകൾ ഈ പുസ്തകത്തിലുണ്ട്, നിങ്ങളത് തിരുത്തണം എന്ന് പറയണമായിരുന്നു. പറഞ്ഞില്ല. രഹസ്യമായി, ചിലപ്പോൾ പരസ്യമായി ഇതിന്റെ കോപ്പികൾ എടുത്ത് സാധാരണക്കാർക്കിടയിൽ എന്താണ് ഈ വിഷയമെന്നറിയാത്ത, തെളിവെന്തെന്നറിയാത്ത, ഖുർആൻ എങ്ങനെ ഓതണമെന്ന് പോലും അറിയാത്ത സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിച്ചിട്ട് കേരള ജംഇയ്യത്തുൽ ഉലമയും കേരള നദൂത്തുൽ മുജാഹിദീനെയും അതിന്റെ സംഘടനകളെയും മോശമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമം ഇവിടെ നടന്നപ്പോ
സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടനാപരമായ നിലപാടുകളുമായി മുന്നോട്ട് പോയി. അതിന്റെ വിശദീകരണങ്ങൾ നടത്തപ്പെട്ടു. കേരളത്തിലൊന്നാകെ വിശദീകരണം നടന്നു, KJU വിശദീകരണം നടന്നു, ഈ എറണാകുളത്ത് പുല്ലേപ്പടിയിലും വിശദീകരണം നടന്നു. അപ്പൊ പറഞ്ഞത് അബ്ദുറഹ്മാൻ സലഫി ആളാകാൻ വേണ്ടി അനസ് മൗലവിയെയും ഹനീഫ് കായക്കൊടിയും കൂട്ടുപിടിച്ച് നടത്തുന്ന പ്രചരണമാണ് എന്ന്, ഗ്രൂപ്പ് യോഗമാണെന്ന് വരെ ഇവിടെ പറഞ്ഞു പ്രചരിപ്പിച്ചു. ഞങ്ങളിത് കേൾക്കാത്തവരല്ല, കാണാത്തവരല്ല, ഇത് അറിയാത്തവരല്ല. ഞങ്ങൾ കേട്ടു. അള്ളാഹുവിന്റെ പേരിൽ ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റുക മാത്രം ചെയ്തു. ബാക്കിയുള്ളതെല്ലാം ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ വെച്ചുകൊണ്ടാണ് ആദ്യമായി എറണാകുളത്ത് ഒരു ആവശ്യം ഉന്നയിച്ചത്. ഇവിടെ രണ്ടു കൂട്ടം പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് വാദപ്രതിവാദം നടത്തണമെന്ന് പറഞ്ഞത്. അന്ന് അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് പറഞ്ഞു, ഇത് വാദപ്രതിവാദം നടത്താനുള്ള വേദിയല്ല, ഇത് വാദപ്രതിവാദം പരസ്പരം ഇരുന്ന് സാധാരണക്കാരെ മുന്നിൽ വിളിച്ചിരുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിയിട്ട് സാധാരണക്കാർ വന്നിരുന്നിട്ട് അവർ വാവിളിച്ചിരുന്നിട്ട് അവരെന്ത് മനസ്സിലാക്കും, ഏത് തീരുമാനത്തിൽ അവരെത്തും? അതുകൊണ്ട് വാദപ്രതിവാദവും ചർച്ചയും ഒക്കെ കഴിഞ്ഞ് അബ്ദുറഹ്മാൻ സലഫിയും സക്കരിയ സലാഹിയും അതുപോലെ തന്നെ ജംഇയ്യത്തുൽ ഉലമയുടെ പണ്ഡിതന്മാരും ഒക്കെ അംഗീകരിച്ച് എഴുതി ഒപ്പിട്ട തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ജംഇയ്യത്തുൽ ഉലമ ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ട് KNM വിശദീകരിക്കുകയാണ്, വിശദീകരണ യോഗമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും പറഞ്ഞു, ഇനി അതുമാത്രമല്ല, ഈ ഒരു ദിവസം കൊണ്ടോ ഇന്നത്തെ ഈ യോഗം കൊണ്ടോ ഈ വിഷയം തീർക്കേണ്ടതില്ല. നേരെ മറിച്ച് ഓരോ മാസവും നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും ദൗറ നടത്താം എന്ന് അന്ന് തീരുമാനിക്കുകയും അന്ന് അവിടെ ഒരു കമ്മിറ്റി കമ്മിറ്റി തെക്കൻ കേരള അഥവാ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള പണ്ഡിതന്മാരെ ഏകോപിപ്പിക്കുവാനും അവർക്ക് വേണ്ടി ദൗറ നടത്തുവാനും അവിടെ വെച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകളെ തെരഞ്ഞെടുക്കുകയും അതിന്റെ ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കുകയും അതനുസരിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം വരെ കൃത്യമായി ഓരോ മാസവും നേരത്തെ തന്നെ ദൗറകൾ ഈ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് തന്നെ, ഈ കോളേജിൽ വെച്ചുകൊണ്ട് തന്നെ, ഈ സ്കൂളിൽ വെച്ചുകൊണ്ട് തന്നെ നടന്നു പോരുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ ദൗറ ഇവിടെ നടന്നു. ഇസ്തിആനത്തും ബിൽ ജിന്ന്, ജിന്നുകളോട് സഹായം തേടൽ ശിർക്കാണോ അല്ലേ? ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ അല്ലേ? ഇത് നിസ്സാരമായ ഒരു വിഷയമല്ല. ഇന്ന് മുജാഹിദുകൾക്കിടയിൽ പലവിധത്തിലുള്ള വസ്വാസുകളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കി തൗഹീദിൽ അടിയുറച്ചുന്ന ആളുകൾക്കിടയിൽ പോലും തൗഹീദിന്റെയും ശിർക്കിന്റെയും വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാക്കി ഈ സമൂഹത്തെ പിഴപ്പിക്കുവാൻ, തൗഹീദിൽ ഉറച്ചു നിന്നൊരു സമൂഹത്തിന്റെ മനസ്സിൽ തൗഹീദിന്റെ കാര്യത്തിൽ ഇളക്കം തെറ്റിക്കുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നപ്പോൾ വേണ്ട, ആ തരത്തിലുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കലോ ഒരു അബദ്ധധാരണകളോ ആർക്കും വേണ്ടതില്ല. വിഷയങ്ങൾ പറയാം, ചർച്ച ചെയ്യാം, വേദിയുണ്ട്. ദൗറയിൽ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ദൗറ നടത്തി. ആ ദൗറ നടത്തുമ്പോൾ സാധാരണക്കാർ, ഒന്നും അറിയാത്തവർ വന്നിരിക്കുന്നുണ്ട്. എൽമുള്ള ആളുകൾ അല്ലെങ്കിൽ വിവരമുള്ള ആളുകൾ, ഖുത്ബ പറയുന്ന ആളുകൾ, മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെ ദഅവാരംഗത്തുള്ള ആളുകൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന ദൗറയിൽ സാധാരണക്കാർ വന്നിരുന്നു. എന്നിട്ട് അവർ പലതരത്തിലും അവരാണ് പിന്നെ പണ്ഡിതന്മാരായി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതും ഉത്തരം പറയേണ്ടി വരുന്നതും. എന്നാലും നമ്മുടെ പ്രവർത്തകരാണ്, അവരെ പരിഗണിച്ചു അനുഭാവപൂർവ്വം. ഒരാളുടെയും എൽമ് അളന്നിട്ട് അയാളെ ആ രൂപത്തിലാക്കി, ഒരാൾ മൗലവി ഇയാൾ പണ്ഡിതൻ അങ്ങനെ ആക്കേണ്ടത് എന്ന നിലക്ക് തന്നെ അതും പരിഗണിച്ചു. അങ്ങനെ അതിനുശേഷം ഇസ്തിആനത്തും ബിൽ ജിന്ന് ചർച്ച ചെയ്തു, ഇസ്തിഗാഥ ചർച്ച ചെയ്തു. അങ്ങനെ വന്നപ്പോഴാണ് താഹ സാഹിബ് ഒരിക്കൽ വൈകാരികമായി എഴുന്നേറ്റ് ആ ദൗറയിൽ വെച്ചുകൊണ്ട് പറഞ്ഞത്, റുഖിയ്യ ശർഇയ്യയിൽ കുറെ അബദ്ധങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് എനിക്ക് അവതരിപ്പിക്കാൻ സമയം തരണം എന്ന് പറഞ്ഞത്. അപ്പോഴാണ് അബ്ദുറഹ്മാൻ സലഫി എഴുന്നേറ്റ് പറഞ്ഞത്, അടുത്ത ദൗറയിൽ എങ്കിൽ റുഖിയ്യ ശർഇയ്യ ആയിക്കോട്ടെ, താഹ സാഹിബിന്റെ ആവശ്യം മാനിച്ചുകൊണ്ട് അടുത്ത ദൗറയിൽ റുഖിയ്യ ശർഇയ്യ ആയിക്കൊള്ളട്ടെ എന്ന് പറയുകയും കഴിഞ്ഞ ദൗറയിൽ ഇവിടെ വെച്ചുകൊണ്ട് റുഖിയ്യ ശർഇയ്യ എന്ന വിഷയം ചർച്ച വരികയും അതിനുവേണ്ടി ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. പണ്ഡിതന്മാരല്ലാത്തവരും പണ്ഡിതന്മാരും വന്നിട്ടുണ്ട്. ഈ കേരളക്കരയിൽ ദഅവത്ത് നടത്തുന്നവർ വന്നിട്ടുണ്ട്, പ്രസംഗിക്കുന്നവർ വന്നിട്ടുണ്ട്, ഖത്തീബുമാർ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സദസ്സിൽ വെച്ചുകൊണ്ട് അത് അവതരിപ്പിച്ചപ്പോൾ രാവിലെ ഞാൻ ഈ പുസ്തകത്തിൽ റുഖിയ്യ ശർഇയ്യയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം പല ആളുകളും അത് വായിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ഇവിടുന്ന് വായിച്ചു കേൾപ്പിക്കുകയും അതിനുശേഷം ഈ 14 പേജോളം വരുന്ന ഈ അഡ്രസ് ഇല്ലാത്ത ഈ പിന്നെ ആരോപണം മാത്രം ഉന്നയിച്ചുകൊണ്ട് ഒരു നസീഹത്തുമില്ലാതെ ഈ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി പ്രസിദ്ധീകരിച്ച ഈ പിന്നെ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങൾക്ക് അക്കമിട്ടുകൊണ്ട് 1, 2, 3, 4 എന്ന് ഹനീഫ് മൗലവി ഇവിടെ വിശദീകരിക്കുകയും അതിനുശേഷം ദുഹർ നമസ്കരിക്കാൻ എല്ലാവരും ഒന്നിച്ചു പോയി ഭക്ഷണം കഴിച്ച് മടങ്ങി വന്നു. ചോദ്യങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാമെന്ന നിലയിൽ ചോദ്യാവസരങ്ങൾ നൽകി. അപ്പോഴും നമ്മുടെ പ്രവർത്തകർ എഴുന്നേറ്റ് ചോദ്യം ചോദിച്ചു, താഹ സാഹിബും ചോദ്യം ചോദിച്ചു. അങ്ങനെ ഇവിടെ കാര്യങ്ങൾ വ്യക്തമായി നടന്നു. താഹ സാഹിബ് പറഞ്ഞ ഉത്തരം എനിക്ക് കൃത്യമായി കിട്ടില്ലെന്ന് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. ഇനി ആ ഉത്തരം ശരിയല്ല എന്ന് ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ എഴുന്നേറ്റുകൊണ്ട് പറയാനും അവസരം തരാം.
ഞങ്ങൾ അവസരം തരാം. ഇനിയും ഈ ആരോപണം പറഞ്ഞു നടക്കരുത്. നിങ്ങൾ കേരള നേതൃത്വത്തിൽ മുജാഹിദീനെ സ്നേഹിക്കുന്നുവെങ്കിൽ, കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീനെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഈ കേരളക്കരയിലും കേരളത്തിന് പുറത്തുമുള്ള 10,000-കണക്കിന് മുജാഹിദികൾ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ രൂപത്തിലെ ആരോപണം അവരുടെ പേരിൽ പറയാൻ പാടില്ല. ഇത് ഔദ്യോഗികമായ ഒരു ബോഡി, ഉത്തരവാദിത്തപ്പെട്ടവർ, വേണ്ടപ്പെട്ട പണ്ഡിതന്മാർ കൂടിയിരുന്ന് തീരുമാനിച്ച് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ അത് നാട്ടിൽ അവിടെ ഇവിടെയും നടന്നു അത് ഇനിയും തെറ്റുണ്ട് എന്ന് പറഞ്ഞു നടക്കുകയും തെറ്റെന്തെന്ന് ചോദിക്കുമ്പോൾ അതിപ്പോൾ പറയാൻ സൗകര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. തെറ്റുണ്ടെങ്കിൽ പറയണം. നിങ്ങൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഈ പുസ്തകത്തിലെ തെറ്റ് നിങ്ങൾക്ക് കേരള ജമിയത്തുൽ ഉലമയെ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഞങ്ങളോട് പറയൂ. ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ കേരള ജമിയത്തുൽ ഉലമയെ അറിയിക്കാൻ തയ്യാറാണ്. അപ്പോ വീണ്ടും ബുക്കിൽ തെറ്റുണ്ട്, അതിൽ സലഫി ആശയത്തിനെതിരായതുണ്ട് എന്ന് പറയുമ്പോൾ സലഫി ആശയത്തിനെതിരായ നിലപാടുകളുമായി ഒരു സംഘടന കേരള ജമിയത്തുൽ ഉലമ എന്ന സംഘടന നിലനിൽക്കുകയും ആ തൗഹീദിനും അതുപോലെ തന്നെ സലഫി ആശയത്തിന് എതിരായ നിലപാട് സ്വീകരിച്ച ഒരു സംഘടനയുടെ മെമ്പറായി ഞാൻ അറിയപ്പെടുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മംഘടനകൾ ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് കുറെ ഉണ്ട് തൗഹീദൊക്കെ, പക്ഷെ കുറെ തിന്മയുണ്ട്, അതില് കുറെ തെറ്റുണ്ട്. അങ്ങനെ കുറെ തെറ്റും ശരിയും കൂടെ കൂടിയൊരു അബലൂസ് സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഈ പ്രസ്ഥാനം തൗഹീദുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം മൻഹജുള്ള പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം സലഫി മൻഹജ് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. അതിനനുസരിച്ചുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിൽ പ്രവർത്തിക്കുന്നത്. അത് ആരുടെ മുന്നിലും പറയാൻ എനിക്ക് നട്ടലുണ്ട്, ആരുടെ മുന്നിലും തെളിയിച്ചു കൊടുക്കാനും എനിക്ക് നട്ടലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി അത് തെളിയിച്ചു തരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം എഴുന്നേറ്റ് വീണ്ടും ആരോപണം തന്നെ ഉന്നയിച്ചു. മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ ഇനിയും മറുപടി പറഞ്ഞു തരാം. അന്ന് പറഞ്ഞിട്ടുണ്ട്, ദൗറയിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്, ഇനിയും മറുപടി പറഞ്ഞു തരാം. ഇനി അത് വരുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ ഇവിടെ ചോദ്യോത്തരങ്ങൾ നടന്നു. ആ ചോദ്യോത്തരങ്ങൾ നടന്ന് അതിന്റെ അവസാനത്തിൽ എന്താ ചെയ്തത്? അതിന്റെ അവസാനത്തിൽ എല്ലാം കഴിഞ്ഞു. താഹ സാഹിബ് അദ്ദേഹത്തിന് ചോദിക്കാനുള്ള അവസരം കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദൗറയല്ല ഉദ്ദേശിച്ചത് എന്ന്. നേരെ മറിച്ച് ഇരുവിഭാഗം പണ്ഡിതന്മാരും ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു ദൗറയാണ് ഉദ്ദേശിച്ചത് എന്ന്. ഞാൻ നേരത്തെയും പറഞ്ഞു, അത്തഹിയ്യാത്തിൽ ഉദു പോവുക എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ കഷ്ടപ്പെട്ട് ദൗറ നടത്തി പണ്ഡിതന്മാരെ വിളിച്ച് എല്ലാവരും വന്ന് ഇരുന്ന് സംസാരിച്ച് അവസാനം ഇങ്ങനെയല്ല നടത്തേണ്ടത്, ശരിയായിട്ടില്ല, ഒരു ചോദ്യം ഒരു ഉപചോദ്യം ഒന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ സമയത്തിന്റെ പരിമിതിയിൽ ഇങ്ങനെ ചോദിക്കുക. ഇനി അന്ന് ദൗറ പോരെ എങ്കിൽ പറയായിരുന്നു, അടുത്ത ദൗറയിൽ ഇതേ വിഷയം നിങ്ങൾ വിഷയമൊന്നും അവതരിപ്പിക്കേണ്ട, കുറെ ചോദ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ അടുത്ത മാസം ഓരോ മാസം ദൗറ നടക്കുന്നുണ്ട്. ഇപ്പൊ റമദാന് ശേഷം അടുത്ത ദൗറ ഉണ്ട്. അന്ന് നമുക്ക് ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയാവുമായിരുന്നു. പക്ഷെ ഇത് സാധാരണക്കാർ കേൾക്കുമ്പോൾ ഇവരിങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് വാദപ്രയോഗത്തിന് വെല്ലുവിളിക്കുക, മറുഭാഗത്ത് കേരള ജമിയത്തുൽ ഉലമ ഇല്ല പാവങ്ങൾ ഇങ്ങനെ മാറിപ്പോവുക, അപ്പൊ ഇതിലെന്തോ തെറ്റുണ്ട് എന്ന് അവർക്കും അറിയാം എന്നിങ്ങനെ പറഞ്ഞു നടക്കുക. ഇത് കണ്ടപ്പോ സ്വാഭാവികമായിട്ടും മാനസികമായി വിഷമം തോന്നി, പ്രയാസം തോന്നി. അതുകൊണ്ടാണ് ഇവിടെ അന്നിരുന്ന ഞാൻ എഴുന്നേറ്റിട്ട് പറഞ്ഞത്, താഹ സാഹിബിന്റെ ആ ആവശ്യം അനുഭാവപൂർവ്വം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. വ്യക്തിപരമായി ഞാനും ഹനീഫും തയ്യാറാണ്. കേരള ജമിയത്തുൽ ഉലമയെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. ഞാൻ എന്റെ കാര്യം പറയാം, ഹനീഫിന്റെ കാര്യവും പറയാം. നമുക്ക് രണ്ടു കൂട്ടർക്കും ഇരുന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായി നിങ്ങൾ പണ്ഡിതന്മാരെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അങ്ങനെ പണ്ഡിതന്മാരെ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുക. അദ്ദേഹം അതിന് ഞാൻ തയ്യാറാണെന്ന വിവരം അറിയിക്കുകയും ചെയ്തു. അതിന് വന്ന് ദൗറയിലുണ്ട്, ആളുകൾ ഇവിടെ ഉണ്ട്, അവര് സാക്ഷിയാണ്. അതിനുശേഷം അന്ന് തന്നെ പറഞ്ഞു, മൗലവി ഫോൺ എടുക്കാതിരിക്കരുത്, ഫോൺ എടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ന്യൂനതയാണ് ഫോൺ എടുക്കാതിരിക്കുക എന്നതാണ് അവിടെ വന്നത്. ആയിക്കോട്ടെ, ചില സന്ദർഭത്തിൽ എനിക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല, അത് എന്റെ വ്യക്തിപരമായ സംഗതി. എന്തെങ്കിലും വായിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഫോൺ ഓഫ് ആക്കിയിട്ടോ അല്ലെങ്കിൽ മാറ്റി സൈലന്റ് ആക്കി വെക്കുകയോ ചെയ്യും. അതല്ലെങ്കിൽ ചിലപ്പോൾ യാത്രയിലായിരിക്കും കൂടുതൽ ഉണ്ടാവുക, അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും സൈലന്റ് ആക്കി വെക്കും. ചില സന്ദർഭത്തിൽ അത്യാവശ്യ കോളാണെങ്കിൽ അറ്റൻഡ് ചെയ്യേണ്ടിയും വരും. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പൊതുവിൽ പറയാറുണ്ട് അനുസോലെ ഫോൺ വിളിച്ചാൽ കിട്ടൂല. അപ്പൊ ഞാൻ കഴിവിന്റെ പരമാവധി താഹ സാഹിബിന്റെ ഫോൺ കണ്ടാൽ എടുക്കണമെന്ന് മനസ്സിൽ അന്നേരം നിയത്ത് വെച്ചു. അങ്ങനെ ആദ്യം താഹ സാഹിബ് വിളിച്ചിട്ട് തീരുമാനിച്ചു, എപ്പോ വരണമെന്ന് ചോദിച്ചു, തീയതി പറഞ്ഞു. അങ്ങനെ വീട്ടിൽ 3 ആളുകൾ വന്നു. അതിൽ താഹ സാഹിബ് ഉണ്ട്, ബാക്കി അദ്ദേഹത്തിന്റെ 2 സുഹൃത്തുക്കളുമുണ്ട്. 3/7/2012 ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിക്ക് വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി നല്ല സംസാരം ഒക്കെ കഴിഞ്ഞിട്ട് താഹ സാഹിബും ആയിട്ട് സംവാദ ചർച്ച നടന്നു. അതിൽ ഒന്നാമത്തെ വാദം അതെന്താന്ന് ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ട് എന്തോ വിട്ടുപോയി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ എന്തോ കാര്യമായി വിട്ടുപോയി എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യത. കേട്ടോളൂ. NK താഹ സാഹിബ് പറയുന്നത്, ജിന്ന് പിശാജ് റുക്കിയ ശരി എന്ന പേരിൽ ജമിയത്തുൽ ഉലമ പുറത്തിറക്കിയ പുസ്തകത്തിൽ സലഫി ആശയങ്ങളോട് യോജിക്കാത്ത ഭാഗങ്ങളും ഉണ്ട്. ഇതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ല അങ്ങനെ തന്നെ എഴുതണോ? ഭാഗങ്ങളും ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരു പ്രയോഗ രസക്കുറവുണ്ട്, അതുകൊണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്നാണോ ഭാഗങ്ങളും ഉണ്ട് എങ്ങനെ എഴുതണം?
അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല ഭാഗങ്ങളും ഉണ്ട്, അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ആയിക്കോട്ടെ, ഭാഗങ്ങളും ഉണ്ട്, അത് എഴുതി. ഞാൻ എഴുതിയത് കാര്യം ഞങ്ങൾക്ക് രണ്ടുപേരും കൂടെ എഴുതാൻ പറ്റൂല. ഞങ്ങൾക്ക് രണ്ടു ഓരോ അക്ഷരം വെച്ച് ഒരാൾ മറ്റേ അങ്ങനെ എഴുതാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ രണ്ടുപേരുടെയും വാദം അംഗീകരിച്ചത് ഞാനിവിടെ എഴുതി. രണ്ടാമത്തത് എന്റെ വാദം ജിന്ന് പിശാച് റുഖിയ ശറഅ എന്ന പേരിൽ ജമിയത്തുൽ പുറത്തിറക്കിയ പുസ്തകത്തിലെ ആശയങ്ങൾ മുഴുവനും സലഫി ആശയങ്ങളോട് യോജിക്കുന്നതും പ്രമാണബദ്ധവുമാണ്. ഇത് എന്റെ വാദം എഴുതി. പ്രമാണങ്ങൾ ഖുർആൻ, സ്വഹീഹായ ഹദീസ്, ഇജ്മാ, ഖിയാസ്. ഇനി നിബന്ധനകൾ: 2 ഭാഗങ്ങളിൽ നിന്നും 7 വീതം പണ്ഡിതന്മാരെയും 30 വീതം കേൾവിക്കാരെയും പങ്കെടുപ്പിക്കാവുന്നതാണ്. ഇത് എന്റെ സജഷനാ, ശരിയാണ്. പിന്നെ എനിക്ക് താഹ സാഹിബ് പറഞ്ഞ എന്റെ ആവശ്യമാണ്. അപ്പോ താഹ സാഹിബ് യഥാർത്ഥത്തിൽ പറഞ്ഞ 10 പണ്ഡിതന്മാരും 100 ഓഡിയൻസും എന്നാ പറഞ്ഞത്. ഒരു ഭാഗത്തുനിന്ന് 100 പേര്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ നടത്തും? ഒരു ഭാഗത്ത് 100 ആൾക്കാർ, മറ്റേ ഭാഗത്ത് 100 ആൾക്കാർ, 10 പണ്ഡിതന്മാരും മാറിയിട്ട് ഇതെങ്ങനെ നടത്തും? ഇത് പ്രായോഗികമായിട്ട് നടത്തണ്ടേ? അങ്ങനെ അത് 50ലേക്ക് ചുരുങ്ങി. പിന്നെ അത് 30 ആക്കി കൊടുത്തു. 30 എന്ന് പറഞ്ഞ് ഞാനാ. താഹ സാഹിബ് പറഞ്ഞ് 100 ആൾക്കാർ വെച്ച് നടത്തുമെന്ന് പറഞ്ഞത്. 10 പണ്ഡിതന്മാർ വേണമെന്നാ പറഞ്ഞത്. അപ്പൊ അത് 30 പ്രായോഗികമായി നടത്താം എന്നൊക്കെ പറഞ്ഞു. 18/7/2014 അഥവാ ഇന്ന് രാവിലെ 9:30 മുതൽ സംവാദം ആരംഭിക്കുന്നതാണ്. ഇരു കൂട്ടരും 20 മിനിറ്റ് വീതം വിഷയം അവതരിപ്പിക്കുകയും തുടർന്നുള്ള 4 മണിക്കൂർ ഓരോ മണിക്കൂർ വീതം മാറി മാറി ചോദ്യങ്ങൾ ചോദിക്കുകയും അവസാന 10 മിനിറ്റ് വീതം അവലോകനവും നടത്തേണ്ടതാണ്. ഇതാണ്. അപ്പൊ 4 മണിക്കൂർ ചോദ്യോത്തരം, 20 മിനിറ്റ് വിഷയാവതരണം, അവസാനം 10 മിനിറ്റ് വീതം അവലോകനം. ഇതാണ് പറഞ്ഞത്. ഇതിൽ വിട്ടുപോയത് എന്താന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്തിന് എത്ര മിനിറ്റ് ചോദ്യം ചോദിക്കുമ്പോൾ എത്ര മിനിറ്റ് വേണം? 5 മിനിറ്റ് വീതം എന്നാണ് ഞങ്ങൾ സംസാരത്തിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിവിടെ എഴുതിയില്ല, മറന്നുപോയതാ. ഒരു വിഭാഗം 1 മണിക്കൂർ ചോദ്യം ചോദിക്കുമ്പോൾ 5 മിനിറ്റ് വീതം ഓരോ ഭാഗത്തിന്. ആ 5 മിനിറ്റ് എന്നുള്ളത് വിട്ടുപോയി. അതാണ് ഞാൻ പിന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ പറഞ്ഞത് 5 മിനിറ്റ് വീതമാണ്, പക്ഷെ അത് എഴുതുന്നത് വിട്ടുപോയിട്ടുണ്ട് താഹക്ക. അത് നമ്മൾ അവിടെ വരുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ തന്നെ താഹക്കയുടെ കയ്യിലുള്ളതിൽ താഹക്ക തിരുത്തിക്കും, എനിക്ക് പ്രശ്നമില്ല, ഞാൻ അനുവദിച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ സംവാദത്തിന് എത്തുമ്പോൾ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ച വിവരം മധ്യസ്ഥന്മാരെ അറിയിച്ച് 5 മിനിറ്റ് വീതമാക്കാം എന്നാണ് പറഞ്ഞത്. അതാണ് കരാറ് പൂർത്തിയായിട്ടില്ല എന്നല്ല, കരാറ് പൂർത്തിയായി ഒപ്പിട്ടു. ഈ 5 മിനിറ്റ് അതിൽ വിട്ടുപോയിട്ടുണ്ട്, അത് ഇവിടെ വന്നിട്ട് തീർക്കാന്ന്. 2 ഭാഗത്തുനിന്ന് മധ്യസ്ഥന്മാരെ നിശ്ചയിക്കേണ്ടതാണ്. സംവാദം 2 വിഭാഗത്തിനും ഓഡിയോ വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. താഹ സാഹിബ് ഞാനും പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടെ നടന്ന കരാറിലുള്ളത്. ഈ കരാർ എഴുതിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഞാൻ തിരിച്ച് താഹ സാഹിബിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു 5 മിനിറ്റ് എന്നുള്ള വിട്ടുപോയിട്ടുണ്ട് താഹക്ക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനസേ അത് നീ അവിടെ വെക്ക്, ആർക്കും കൊടുക്കണ്ട, ഇപ്പൊ അത് പുറത്തു വിടണ്ട എന്ന് പറഞ്ഞു. 2 ദിവസം എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നേ പറഞ്ഞുള്ളൂ. എവിടെ പോകണം എന്താണെന്ന് എനിക്കറിയില്ല. 2 ദിവസം തിരക്കുണ്ട്. തിരക്ക് കഴിഞ്ഞിട്ട് ഒന്നുകൂടി നമുക്ക് ഇരുന്നിട്ട് 5 മിനിറ്റ് എഴുതാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് താഹക്ക പിന്നെ എംഎമ്മിന്റെ ഒക്കെ പോയത് എന്നൊക്കെ പറഞ്ഞത്. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ഇങ്ങനെ ആണ് ആ വിഷയം ഇവിടെ ഈ സംവാദം ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായി, തികച്ചും വ്യക്തിപരമായി നടത്താം എന്ന് തീരുമാനിച്ച ഒരു ചർച്ചയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പറയട്ടെ, അപ്പോഴോ ഇത്രയും കാര്യം പറയുന്നതിനിടയിൽ അന്നത്തെ ഇവിടുത്തെ ദൗറയെ സംബന്ധിച്ച് സൂചിപ്പിച്ചപ്പോ റുഖിയ ശറിയ എന്ന് പറയുന്ന ബുക്കിൽ ഉള്ള വളരെ വലിയൊരു തെറ്റ് എന്താന്ന് ചോദിച്ചാൽ, വളരെ വലിയ സലഫി ആശയത്തിന് വിരുദ്ധമായ ഒരു സംഗതി എന്താന്ന് ചോദിച്ചാൽ, അതിൽ ഒരു പേജിൽ ഇതിപ്പോ ഇവിടെ ചർച്ച ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പൊളിച്ച് കൈ തരും. ഈ ജാതി ഒരു വക്രീകരണം, ഒരു തരം വക്രതയും ഞങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ തെളിയിച്ചു തരാം. ഈ നിലയിൽ നെറികെട്ട രൂപത്തിൽ ഇത് സത്യധാരക്ക് വിട്ടുകൊടുത്തു. അതിന്റെ തെളിവ് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ പുസ്തകത്തിൽ കേരള ജമിയത്തുൽ ഉലമ ഖുർആനിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞ് സത്യധാരക്ക് റിപ്പോർട്ട് കൊടുത്ത ആളുകളുണ്ട്. അറിയോ? ഈക സുന്നിയുടെ പത്രത്തിൽ ആർക്ക് പ്രയോജനം, ആർക്ക് വേണ്ടി കൊടുത്തു? സത്യധാര എന്ന ഈക സുന്നിയുടെ പത്രത്തിൽ കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ ബുക്കിൽ ഖുർആനിൽ തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് രഹസ്യമായി ചോർത്ത് വിട്ടാൽ, ഞങ്ങൾക്കറിയാത്തത് കൊണ്ടല്ല, ഞങ്ങളിത് കാണാത്തത് കൊണ്ടല്ല, വാച്ച് ചെയ്യാത്തത് കൊണ്ടല്ല. സത്യധാരയിൽ ലേഖനം വന്നു, ഈ പുസ്തകം കവർ പേജ് വെച്ചിട്ട് കേരള ജമിയത്തുൽ ഉലമയുടെ പുസ്തകത്തിൽ ഖുർആൻ തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. മെയിൽ അയച്ചു ഇവിടുന്ന് പല ആളുകളും. ഇതൊക്കെ കാണുമ്പോ ഇപ്പൊ ചോദിക്കണ്ടല്ലോ, ക്ലിപ്പ് ഖുറാഫിയുടെ കയ്യിൽ പോകുന്നു അല്ലേ? ഖുറാഫികൾക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കുന്നവരുണ്ട് ഇക്കൂട്ടത്തിൽ. ഞങ്ങൾക്ക് അവരെ അറിയാത്തത് കൊണ്ടല്ല, അവരെ പരസ്യമായി വിചാരണ ചെയ്യാൻ നാവില്ലാത്തത് കൊണ്ടല്ല, അവർക്കെതിരെ എഴുതാനും ഞങ്ങൾക്കറിയാത്തത് കൊണ്ടോ SMS വിടാൻ ഞങ്ങൾക്ക് നെറ്റില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ഞങ്ങളുടെ അതൊക്കെ അപജയമായി ഒരാളും മനസ്സിലാക്കരുത്. ഇതൊന്നും ഞങ്ങളുടെ ഒരു കുറവായിക്കൊണ്ട് ഒരാളും മനസ്സിലാക്കരുത്. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാം. പക്ഷേ ഞങ്ങൾ കാണുന്നുണ്ട് ഇവരെ. കാര്യം പുറത്തിറങ്ങി മുഖാമുഖം നടത്തണം, സംവാദം നടത്തണം, ഇതൊക്കെ നമുക്കെതിരായി തെളിവ് കൊണ്ടുവരാം. പക്ഷേ ഈ കേരള ജമിയത്തുൽ ഉലമയോടുള്ള വിരോധം കൊണ്ട് മാത്രം ഈ പുസ്തകത്തിൽ ആദ്യം അത് ഖുർആൻ തിരിമറി എന്നാ പറഞ്ഞത്. ഖുർആൻ തിരിമറി നടത്തി എന്നാ പറഞ്ഞത്. ആ ഖുർആൻ തിരിമറി നടത്തി എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് പിന്നെ എന്താണ്? പിന്നെ നോക്കുമ്പോ ഖുർആൻ തിരിമറിയല്ല, ഇബ്നു കസീറിന്റെ ഒരു ഉദ്ധരണി കൊടുത്തപ്പോൾ
അതിന് അർത്ഥം എഴുതിയ കൂട്ടത്തിൽ ഉദ്ദേശാർത്ഥം എഴുതിയപ്പോൾ പിശാചിന്റെ മിത്രങ്ങൾ എന്ന് എഴുതിയത് പിശാചുക്കൾ എന്നായി. അതിവിടെ ഇപ്പോഴും താഹക്ക് അത് പറഞ്ഞതിൽ ഈ ഇരിക്കുന്ന ആളുകളിൽ ഒരാൾ തെറ്റിദ്ധരിച്ചാൽ എന്റെ ഉത്തരവാദിത്തം താഹ സാഹിബിന് ഏറ്റെടുക്കേണ്ടി വരില്ലേ? ഇവിടുന്ന് അബ്ദുറഹ്മാൻ സലഫി അത് മിസ്കോട്ട് ചെയ്തു. ഈ പുസ്തകത്തിൽ തെറ്റുണ്ട് എന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ചില ഭാഗത്ത് ഇണ്ടാന്ന് അക്ഷരമില്ല. അത് സലഫി ആശയത്തിന് വിരുദ്ധമാണെന്ന് എഴുതി വെക്കോ. ഇണ്ടാന്ന് അക്ഷരമില്ല. ഈ പുസ്തകത്തിൽ ഇണ്ടാ എന്നൊരു അക്ഷരം പലയിടത്തും വിട്ടുപോയിട്ടില്ല. പലയിടത്തും വിട്ടുപോയതിനാൽ ഇത് സലഫി ആശയത്തിന് വിരുദ്ധമാണ് എന്ന് പറയോ? പിശാചുക്കൾ, പിശാചിന്റെ മിത്രങ്ങൾ എന്ന് എഴുതേണ്ടടുത്ത് പിശാചുക്കൾ എന്ന് ഉദ്ദേശാർത്ഥം ബ്രാക്കറ്റിൽ എഴുതിയത് വലിയ ഒരു തിരിമറിയായി സലഫി ആശയത്തിനെതിരായി സൂചിപ്പിക്കാൻ ഇവിടെ ചെയ്യുന്നത്. എന്നാൽ ഈ ആയത്തിന്റെ വിശദീകരണം ഇത് അമാനി മൗലയുടെ തഫ്സീറാ. ഇതിന്റെ ഉദ്ദേശാർത്ഥത്തിൽ ഇതിന്റെ ആശയത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ഉണ്ട് എന്ന് ഇത് രണ്ടും മലയാളത്തിലാ. ഒരു വലിയ പണ്ഡിതനൊന്നും വേണ്ട, ഒരു സാധാരണക്കാരൻ ഈ പുസ്തകം എടുത്തതിന്റെ 33-ാമത്തെ പേജ് വായിക്കുക, അമാനി മൗലയുടെ തഫ്സീർ എടുത്തിട്ട് അതിന്റെ വ്യാഖ്യാനം ഒന്ന് വായിക്കുക. എന്നിട്ട് ഇതിന്റെ ആശയത്തിൽ എന്തെങ്കിലും ഒരു കൃത്രിമം നടത്തി, ബോധപൂർവ്വം കൃത്രിമം നടത്തി എന്ന് തെളിയിച്ചു തന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ നാട്ടിൽ പ്രസംഗിച്ചടക്കാൻ തയ്യാറാണ്. എന്നാലും ജംഇയ്യത്തുലമ ഞങ്ങൾ പറഞ്ഞ പോലും പറഞ്ഞില്ല. ജംഇയ്യത്തുലമ പറഞ്ഞറിയോ, പിശാചിന്റെ മിത്രങ്ങളിൽ നിന്ന് എഴുതേണ്ടതാണ് പിശാചുക്കൾ എന്നായിപ്പോയി, അത് സൂക്ഷ്മത കുറവായി മനസ്സിലാക്കി അടുത്ത പതിപ്പിൽ ഞങ്ങൾ അത് വ്യക്തമാക്കി ബോധ്യപ്പെടുത്തുന്ന തിരുത്തി കൊടുക്കുന്നതുമാണ് എന്ന് പറഞ്ഞു. ആ ഇഖ്ലാസിനെ പോലും ഇഖ്ലാസായി കാണാതെ വക്രബുദ്ധിയോടുകൂടി കണ്ടവരുണ്ട്. എന്നിട്ട് പലയിടത്തും ഈ ബുക്കിൽ തെറ്റുണ്ടെന്ന് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇത് വലിയൊരു തെറ്റുള്ളൊരു പുസ്തകം തെറ്റടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കേരള മിത്രം ഇറക്കിയൊരു ബുക്ക് എന്നാണ് മനസ്സിലാക്കുക. എന്നാൽ അമാനി മൗലയുടെ തഫ്സീർ ഞാൻ വായിച്ചുതരാം കേട്ടോ. ഇന്നമാ ദാലികുമു ശൈത്താനു യുഖവ്വിഫു ഔലിയാഹു ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുന്തും മുഅ്മിനീൻ. സത്യവിശ്വാസികളെ നിശ്ചയമായും അത് പിശാചുക്കൾ തന്നെയാണ്. അവൻ തന്റെ മിത്രങ്ങളെ കുറിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. അതിനാൽ അവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുകയും ചെയ്യുവീൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഇതിന്റെ വിശദീകരണം അമാനി മൗലവി എന്തായിരുന്നുണ്ടോ? ഇത് അർത്ഥം എഴുതിയത്. അതിന്റെ വിശദീകരണം അമാനി മൗലവി എഴുതിയത്, മദീനയെ ആക്രമിക്കുവാൻ ഖുറൈശികൾ വമ്പിച്ച സൈന്യശേഖരം നടത്തുന്നുണ്ട്. അവർ ഈ രാജ്യം നശിപ്പിച്ചേക്കും, അവരെ ഭയപ്പെട്ടുകൊള്ളണം എന്നിങ്ങനെ മുകളിൽ കണ്ടതുപോലെയുള്ള ഭീഷണികളും കള്ളപ്രചരണങ്ങളുമൊക്കെ പിശാചിന്റെ വകയാണ്. മാത്രമല്ല അവനും അവന്റെ അനുയായികളുമാണ് അവന്റെ അവന്റെ ബന്ധുക്കളായ അവിശ്വാസികളെ കുറിച്ച് നിങ്ങളിൽ ഭയം ജനിപ്പിച്ച് നിങ്ങളെ നിർവീര്യമാക്കി മുതലെടുക്കുകയാണ് അവന്റെ ലക്ഷ്യം. അത്തരം ഭീഷണികൾക്കൊന്നും സത്യവിശ്വാസികളായി നിങ്ങൾ വഴങ്ങരുത്. സത്യവിശ്വാസികളായ സ്ഥിതിക്ക് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് എന്ന് സാരം. ഈ ആശയം സമർത്ഥിക്കാനാണ് ഈ ഒരു പേജ് ഈ ഭാഗം മാത്രമല്ല, ഇതിന്റെ മുമ്പ് 32-ാമത്തെ പേജ് മുതൽ അതിനുശേഷം അത് കഴിഞ്ഞ് അവസാനിക്കുന്ന 34-ാമത്തെ പേജ് വരെ അന്നത്തെ ദൗറയിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു ഇതിൽ ആശയത്തിൽ ഒരു തെറ്റില്ല. പിശാചുക്കൾ എന്നത് പിശാചിന്റെ മിത്രങ്ങൾ, അത് ജംഇയ്യത്തുൽ ഉലമ അടുത്ത പതിപ്പിൽ മിത്രങ്ങൾ തന്നെ എഴുതി വെക്കാം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ അതൊരു ആരോപണമായി കൊണ്ടു നടക്കേണ്ടതില്ല. അത് മാത്രമല്ല, ഇണ്ടാന്ന അക്ഷരം പലയിടത്തും വിട്ടുപോയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പൊ പറയാം. ഞാൻ ഇത് വായിക്കണം വേറെയും തെറ്റുണ്ടോ നോക്കുമ്പോൾ കുറെ പല സ്ഥലത്ത് ഉണ്ടാകുന്നില്ല. പിന്നെ ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം വാചക ഘടനയിൽ വന്നതൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ടൺ സാധനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ അവസരം തന്നെങ്കിൽ നമ്മൾ പറഞ്ഞ് ഈ വ്യക്തമാക്കി തരുമായിരുന്നു, ബോധ്യപ്പെടുത്തി തരുമായിരുന്നു. ഇത് ജബ്ബാർ മൗലവിയുടെ ബുക്കാ. ഒരു ഡസൻ തെറ്റ് ഞാൻ ഇതിൽ കാണിച്ചുതരാം. വാദപ്രയോഗത്തിലുണ്ടോ? ഒരു ഡസനിലധികം തെറ്റ് ഈ പുസ്തകത്തിൽ ഞാൻ കാണിച്ചുതരാം. ഈ ഒരു ഡസനിലധികം തെറ്റ് സലഫി ആശയത്തിനെതിരാണ് എന്ന് പറഞ്ഞ് വാദപ്രതിവാദത്തിനുണ്ടോ? തൗഹീദിനെ സംബന്ധിച്ചിറങ്ങിയ ബുക്കാണിത്. തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ ഓരോ പേജടക്കം ഞാൻ വായിച്ചു തരാം. ഒരു ഡസനിലധികം തെറ്റ് ഇതിൽ ഞാൻ കാണിച്ചുതരാം. ആശയപരമായി കാണിച്ചു തരാം, ഇബാറത്തിൽ കാണിച്ചു തരാം, അക്ഷരത്തെറ്റ് കാണിച്ചു തരാം. എന്താ കാണേണ്ടത് നിങ്ങൾക്ക്? ഇബാറത്തിൽ കാണണോ, അർത്ഥത്തിൽ കാണണോ, അതുപോലെ തന്നെ പിന്നെ ഈ രൂപത്തിൽ തന്നെ അക്ഷരത്തെറ്റ് കാണണോ? ഇതൊക്കെ എടുത്തിട്ട് ഇപ്പൊ തൗഹീദ് ഈ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ സലഫി ആശയത്തിന് വിരുദ്ധമായി ജബ്ബാർ മൗലവി എഴുതി നടക്കുന്നു പറഞ്ഞിട്ട് വാദപ്രയോഗം നടത്തുമോ? സ്വാഭാവികമാണ്. മനുഷ്യൻ അത് മാത്രമൊന്നുമില്ല, ഒരുപാട് സാധനമുണ്ട് ഇവിടെ. ഇതൊന്നും ചെയ്യരുത്. ഇതൊക്കെ എന്ന് വെച്ചാല് മനുഷ്യർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അതിൻ്റെതായ കുറെ, ഇത് പടച്ചോൻ ചെയ്തല്ല, മനുഷ്യരുടെ ആ നിലക്കുള്ള ഇത് വരും. പക്ഷെ ആശയത്തിൽ ഒരു തെറ്റുമില്ല. അത് തെളിയിച്ചു തരാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, നട്ടലുണ്ട്. ഒരാളും അതിനെ സംബന്ധിച്ചിടത്തോളം തടസ്സം ഉണ്ടാവില്ല. രണ്ടാമത് അദ്ദേഹത്തിന് മറുപടി കിട്ടിയില്ല എന്ന് പറഞ്ഞത്, മാന്യ സഹോദരങ്ങൾ, ഇബ്നു ബാസ് ബുദ്ധജിന്നിനോട് സംസാരിച്ച വിഷയമാണ്. അന്ന് തന്നെ അതിന് ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിനെ നിഷേധിക്കുന്ന ആളാണ് ആര്, പിന്നെ മടവൂരെന്ന് നമ്മൾ എഴുതി കൊടുത്തിട്ടെന്ന. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടത് എന്താണെന്നറിയോ? ഇത് സൗദി അറേബ്യയിലെ ജാലിയാത്തുകളിലും മറ്റുമൊക്കെ പിന്നെ
ഇബ്രാഹിം മുഹമ്മദ് അലി സുല്ലമി MI സുല്ലമി എന്ന് പറഞ്ഞ ആള് അറബിയിൽ എഴുതി കൊടുത്ത നമ്മുടെ കേരളത്തിൽ മുജാഹിദിനെ കുറിച്ച് എഴുതി കൊടുത്ത പരാതികളാണ്. ഈ ആ പരാതികളുടെ കൂട്ടത്തിൽ അബ്ദുൽ ഖാദർ മൗലവിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും, അഥവാ മുജാഹിദിനെ പറ്റി എഴുതി കൊടുത്തത് ഈ അബ്ദുൽ ഖാദർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളും യദ്ദഊന അന്നഹും അലൽ മനഹജ് സലഫി, അവര് സലഫി മനഹജുകളാണ് എന്ന് വാദിക്കുന്നവരാണ്. പക്ഷേ വലാകിന്നഹും യത്തബിഊന അഖലാനിയത മിസ്ർ ഔ അഖലാനിയത്തുൽ മുഅ്തസില, എന്നാൽ അങ്ങനെ വാദിക്കുമ്പോഴും ഇവര് അക്കലാനികളാണ്. ആര്? സലഫി, ഇവിടുത്തെ മുജാഹിദുകൾ അക്കലാനികളാണ്. അതുപോലെ തന്നെ ഈജിപ്ഷ്യൻ അക്കലാനികളാണ്. കാര്യം എന്താന്ന് ചോദിച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഇൻകാറുഹും ലി ഹഖീഖത്തി സിഹർ, സിഹറിന്റെ ഹഖീഖത്തിനെ നിഷേധിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ 20ാമത്തെ നമ്മുടെ കുറ്റമായി ഇതിൽ എഴുതി കൊടുക്കുന്നതാന്ന് ചോദിച്ചാൽ അതിനു പുറമെ ഇവർ പിന്നെ ഇൻകാറുഹും ദുഖൂലൽ ജിന്നി ഫിൽ ഇൻസി, മനുഷ്യ ശരീരത്തിൽ ജിന്ന് കയറും എന്നതിനെ നിഷേധിക്കുന്നവരുമാണ്. ആര്? മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുമെന്നതിനെ നിഷേധിക്കുന്നവരുമാണ്. ആര്? AP അബ്ദുൽ ഖാദർ മൗലവിയും അദ്ദേഹത്തിന്റെ അനുയായികളും എന്ന് പറഞ്ഞിട്ട് ഇത് അവിടുത്തെ ജാലിയാത്തുകളിൽ എഴുതി കൊടുത്ത, നമുക്കെതിരെ ആരോപണമായി മടവൂരികൾ എഴുതി കൊടുത്ത ഒരു സാധനമായത്. അപ്പൊ അവര് വാദിച്ചു നമുക്ക് ആ വിശ്വാസമൊന്നും ഇല്ല എന്ന്. അതിനെതിരെ വളരെ വ്യക്തമായ നമ്മുടെ നിലപാട് എന്താണെന്ന് എഴുതി കൊടുത്തു. അത് ഒരിക്കലും ഈ വിഷയത്തിൽ നമുക്കിടയിൽ വിവാദമുള്ള സംഗതിയല്ല. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ മുഖാത്തബത്തുൽ ജിൻ, ജിന്നിനോട് അഭിമുഖ സംഭാഷണം നടത്തും. ഒരാളുടെ ശരീരത്തിൽ കൂടിയ ജിന്നിനോട് നീ എവിടുന്നാ വന്നത്? പേരെന്താ? പേര് ഗോപാലൻ. എവിടുന്നാ വരുന്നത്? പാലച്ചോട്ടിന്നാണ്. എന്തിനാ വന്നത്? ഞാൻ ഇങ്ങനെ വന്ന വഴി കണ്ട് ഇഷ്ടപ്പെട്ടത് കയറിപ്പോയതാണ്. എപ്പോഴാ പോവാ? നാളെ പോയിക്കോളാം. എന്നിട്ട് ഇങ്ങനെ ഇയാള് ഇളക്കി ഇങ്ങനെ നിർത്തിയിട്ട് കയ്യിൽ ചരട് കെട്ടി നിർത്തിയിട്ട് ആ ജിന്നിനോട് ചോദിക്കുക, ഇന്നലെ ഞാൻ ഒരു വസുമതിയെ ഇളക്കിയിരുന്നു, ആ വസുമതി ഇപ്പോൾ എവിടെ ഉണ്ട്? അപ്പോ ഇയാള് പറയാ അത് മറ്റേ കലിങ്ങിന്റെ ചോട്ടിലുണ്ട്. ഈ രൂപത്തിൽ ജിന്നുമായി ഇങ്ങനെ അഭിമുഖ സംഭാഷണം നടത്തില്ല എന്ന് പറയും. ഇവിടെ നടക്കുന്നില്ല, നടന്നിട്ടില്ല എന്ന് പറയും. അത് സലഫികൾക്കിടയിൽ നടത്താൻ ശ്രമിച്ചില്ല എന്ന് പറയും. അത് നടന്നു. മുഖാത്തബത്തുൽ ജിന്ന് നടന്നു. ജിന്നുകളുമായി സംഭാഷണം നടന്നു. അതിന്റെ ഹുക്കുമ്, അതിന്റെ വിധി ഇബ്നു ബാസിലേക്ക് ചേർത്തിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇല്ല, അതിന് ഇസ്ലാഹി ലോകം മാത്രല്ല, സലഫി ലോകം മുഴുവനും അതിന് മറുപടി പറഞ്ഞു, വ്യക്തമായ നിലപാട് പറഞ്ഞു. ആ നിലപാട് എന്ത് എന്ന് അന്നത്തെ ദൗറയിലും പറഞ്ഞു. എന്നിട്ട് മറുപടി പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ബുദ്ധജിനോട് സംസാരിച്ചു. ഞാൻ ആലു ഷെയ്ഖ് ആ വിഷയത്തിൽ പറഞ്ഞ ആ പ്രസംഗത്തിന്റെ കോപ്പി അടക്കം അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇനി പിന്നെ മൂന്നാമത്തത് മറന്നും പോയി. ആയിക്കോട്ടെ, ഞാൻ മറന്നല്ല, അദ്ദേഹം മൂന്നാമത്തെ ചോദ്യം എന്താണ് എന്നുള്ളത് മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ സംവാദം ഏറ്റെടുത്തു. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് താഹ സാഹിബ് അകപ്പെട്ടിട്ടുള്ള അബദ്ധം അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കൽ എന്റെ ഉത്തരവാദിത്തമുണ്ട്. ആ നസീഹത്ത് മാത്രമേ ഞാൻ നിർവഹിക്കുള്ളൂ. എന്റെ മനസ്സിൽ അദ്ദേഹത്തോട് ഒരു അംശം പോലും ഒരു വെറുപ്പോ വിദ്വേഷമോ ഇല്ല. ഞാൻ സ്നേഹിക്കുന്നു, എന്റെ സഹോദരനെ പോലെ സ്നേഹിക്കാണ്, ആ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ ഈ വിഷയത്തിൽ അദ്ദേഹം പെട്ടുപോയ അബദ്ധം, അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ഒരു കുരുക്കിൽ ചാടുന്ന ആളല്ല. എനിക്കറിയാം അദ്ദേഹത്തെ. ഇവിടുത്തെ ഖാദിയാനികളുമായി സംവദിക്കുന്ന, അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുമായി സംവദിക്കുന്ന, സുന്നികളുമായി, സുന്നി മുസ്ലിയാക്കന്മാരുമായി വാദപ്രതിവാദം നടത്താൻ പോയിരുന്ന ആളാണ് താഹ സാഹിബ്. ആ താഹ സാഹിബിനെ ഇങ്ങനെ കാണേണ്ടി വരുന്നതിൽ മനസ്സുകൊണ്ട് വേദനിക്കുന്ന ആളാണ്, മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളാണ്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള പ്രയാസം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഈ വിഷയത്തിൽ അബദ്ധം പണഞ്ഞു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മൗലവിയും വരില്ല. ഞങ്ങൾ ചലഞ്ച് ചെയ്ത് പറയുന്നു, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മൗലവിയും വരില്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇത് തെളിയിക്കാൻ, ഇത് സലഫി ആശയത്തിനെതിരാണ് തെളിയിക്കാൻ നിങ്ങൾ ഭാവി പ്രതീക്ഷയില്ല. ഈ ലോകത്ത് വിവരമുള്ളവർ ജീവിക്കുന്നു എന്നറിയുന്ന ഒരു മൗലവിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി കേട്ടോളൂ. പിന്നെ എം എം മദീനയുടെ പോയപ്പോ നിങ്ങൾ മനസ്സിലാക്കണം, എം എം മദീനയുടെ പോയപ്പോ കമന്റുകൾ പറയുന്നത് സൂക്ഷിക്കണം. ഇത് ഗൗരവപ്പെട്ട ഒരു സദസ്സാണ്. ഞാൻ വളരെ ഗൗരവത്തോടെ പറയാണ്, കമന്റുകൾ പറയുന്നത് സൂക്ഷിക്കണം. അപ്പോ അവിടെ ഇരിക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇതിനുശേഷം എം എം മദീനയ്ക്ക് അദ്ദേഹം പോയി. എം എം മദീനി അന്ന് പറഞ്ഞ മറുപടി ഞാൻ അറിഞ്ഞത്, സാധാരണ ഈ കല്യാണം നടന്നിട്ട് വല്യാപ്പാടൊരു ചോദ്യമുണ്ട്. കല്യാണമൊക്കെ നടന്നിട്ട് പുയ്യാപ്പിൾ ഇറങ്ങാൻ നേരത്ത് വല്യാപ്പ ഞാൻ ഇറങ്ങിക്കോട്ടെ ഒരു ചോദ്യമുണ്ട്. ഇതുപോലെ നിങ്ങൾ കരാറും എഴുതി ഡേറ്റ് നിശ്ചയിച്ച് എല്ലാം നിശ്ചയിച്ചിട്ട് അവസാനം എന്തൊക്കെ വന്ന് അനുവാദം ചോദിച്ചിട്ട് അതിൽ കാര്യമില്ലല്ലോ. മാത്രമല്ല, ജമിയത്തുൽ ഉലമയുടെ ബുക്ക് തെറ്റാൻ സമർത്ഥിക്കാൻ ജമിയത്തുൽ ഉലമയുടെ അനുവാദം കിട്ടണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജമിയത്തുൽ ഉലമ ഈ വാദപ്രയോഗം നടത്തിയാൽ മതിയല്ലോ. പക്ഷെ ജമിയത്തുൽ ഉലമ വാദപ്രയോഗം നടത്തിയിട്ടില്ല എന്ന് അർത്ഥമില്ല കേട്ടോ. ജമിയത്തുൽ ഉലമ വാദപ്രയോഗം നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ പറയപ്പെടുന്ന ഓരോരുത്തരുടെ പേരെടുത്ത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല.
ആ രൂപത്തിൽ ഇതിന് എതിരഭിപ്രായം പറയുന്ന ആളുകളുമായി ജമിയത്തുൽ ഉലമയുടെ തീരുമാനം വന്നതിനു ശേഷം ആ തീരുമാനം ശരിയല്ല എന്ന് ഒരാൾ മൗലവിമാരുടെ ഒരു യോഗത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആരുടെ പേര് പറയില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു, അദ്ദേഹം ഇത് ചർച്ച ചെയ്യാതെടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ ആ വിഷയത്തിൽ വാദപ്രതിവാദം നടത്താനും ഒരുക്കമാണ് എന്ന് എഴുതി കൊടുത്തു ഹനീഫ് മൗലവി. അങ്ങനെ CD ടവറിൽ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുകളുടെ മുന്നിൽ കേരള ജമിയത്തുൽ ഉലമയുടെ എക്സിക്യൂട്ടീവുകളുടെ മുന്നിൽ വെച്ചുകൊണ്ട് സംവാദം രാവിലെ മുതൽ വൈകുന്നേരം വരെ സംവാദം നടന്നിട്ടുണ്ട്. ജമിയത്തുൽ ഉലമയ്ക്ക് സംവാദം നടത്താൻ പേടിയൊന്നുമില്ല. ഈ വിഷയത്തിൽ ഇങ്ങനെ നാടന്മാരെ വിളിച്ചിട്ടല്ല, അത് റെക്കോർഡ് ചെയ്തിട്ട് നാട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ജമിയത്തുൽ ഉലമയുടെ ആ നിലക്കുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടന നിലക്ക് ചെയ്ത പരിപാടിയാണ്. അത് നടത്തിയിട്ടുണ്ട്. അവസാനം രാവിലെ മുതൽ വൈകുന്നേരം വരെ സംവാദം നടത്തി. വൈകുന്നേരം ആയി കഴിഞ്ഞിട്ട് തെളിവ് പുതിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് കണ്ടപ്പോൾ പഴയ തീരുമാനം തന്നെ, പുതിയൊരു ആയത്തൊരു ഹദീസോ എതിർപക്ഷം ഉദ്ധരിച്ചിട്ടില്ലാത്തതിനാൽ പഴയ തീരുമാനം ശരിയാണ്, അതിൽ നിൽക്കാൻ തീരുമാനിച്ചു പിരിയുകയും ചെയ്തു. അത് നടത്തിയതിനു ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ട് അത് നീതിയായില്ല, മറ്റായില്ല, മറിച്ചായില്ല, ഏകപക്ഷീയായിരുന്നു, ഞങ്ങളൊരു വിഷയം പറഞ്ഞില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവര് നടത്തിയത് നമുക്കറിയേണ്ട കാര്യമില്ല. അങ്ങനെ പലരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നുമല്ല വിഷയം. പിന്നെ അദ്ദേഹം ആരോഗ്യ പ്രശ്നം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന് എന്തോ ചെക്കപ്പ് എന്തോ ഉണ്ട്. ഞാൻ അന്നേരം പറഞ്ഞെന്ന് വെച്ചാൽ, താഹ സാഹിബ് നിങ്ങൾ വരണ്ട, ഞാൻ പറഞ്ഞ അതാണ്, നിങ്ങൾ വരണ്ട, ഈ സംവാദത്തിന് വരണ്ട, ഒരാളെ നിങ്ങൾ പ്രതിനിധിയായി നിശ്ചയിച്ചോളൂ, ഞാൻ സ്വീകരിച്ചോളാം. എനിക്ക് താഹ സാഹിബിനല്ല വേണ്ടത്, ഞങ്ങൾക്ക് താഹ സാഹിബിനല്ല വേണ്ടത്, താഹ സാഹിബിനെ തെറ്റിദ്ധരിപ്പിച്ചവരെ വേണ്ടത്. ഞങ്ങൾക്കത് വേണം, ഞങ്ങളത് ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളെ സംബന്ധിച്ച് ആരുടെ മുന്നിൽ ഇപ്പോ ഇനി പിന്നെ ഈദാൻ വരുവാണെങ്കിൽ ഈദാന്റെ മുന്നിൽ ഞങ്ങൾ ചർച്ച ചെയ്യാം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈ രൂപത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് താഹ സാഹിബിനല്ല വേണ്ടത്. ഇതിനെ പിന്നിൽ തിരിപ്പുമായി നടക്കുന്ന, ഒളിച്ചിരിക്കുന്ന, ഇന്നും മറവിട്ട് പുറത്തു വരാത്ത, നിലപാട് പറയാത്ത ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ തുറന്നു പറയും. അവരിവിടെ വന്നിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ്, അവരൊക്കെ ഇവിടെ ഹാജരായിട്ടോ എന്ന് പോലും സംശയമാണ്. എന്തിന് മറക്ക് മുന്നിൽ നിൽക്കണം? പുറത്തു വരിക, രംഗത്ത് വരിക, എന്നിട്ട് പറയുക ഇതാണ് നിലപാട് എന്ന് പറയാ. പിന്നെ ഹുസൈൻ സലഫി വിളിച്ചു, എല്ലാവരും വിളിച്ചു. ഹുസൈൻ സലഫി ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ്, ബഹുമാനിക്കുന്ന ആളാണ്, ഗുരുസ്ഥാനീയനാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ മിസ്കോൾ കണ്ടു. കരുവമ്പൊയിൽ വളരെ നസിഹത്തോടെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവസാനം ഹുസൈൻ സലഫി വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മൗലവി നിങ്ങളോട് എതിർപ്പ് പറയാൻ കഴിയില്ല. കാര്യം പലർക്കും അറിയാം, ഹുസൈൻ സലഫി എന്ന് പറഞ്ഞാൽ പ്രാസ്ഥാനിക ബന്ധത്തിനപ്പുറം വൈയക്തികമായ ബന്ധമുള്ള, ഞാൻ നിങ്ങളോട് എതിര് പറയില്ല, ഞാൻ നിങ്ങളുടെ ഈ ആവശ്യം ഞാൻ പരിഗണിക്കുക തന്നെ ചെയ്യാം എന്നാണ് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത്. ഞാൻ ഫോൺ ഓഫാക്കി. ഇവർ പലരും പറഞ്ഞു അനസ് വാടി എന്ന്. കാര്യം വെച്ചാൽ സലഫി പറയുമ്പോൾ അതിനെതിരായിട്ട് പിന്നെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വ്യക്തിപരമായി പ്രയാസമുള്ള കാര്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ നിൽക്കുന്ന സന്ദർഭത്തിലാണ് SMS പറഞ്ഞത്. കാര്യം വെച്ചാൽ അനസ് മൗലവിക്ക് സംവാദം നടത്താൻ പേടിയായിട്ട് ഹുസൈൻ സലഫിയെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നു എന്നായി. അതല്ല, ഇതെന്ത് കഷ്ടപ്പാടാ. ഹുസൈൻ സലഫി എന്നെ തലേ ദിവസം എന്നെ വിളിച്ചിട്ടുണ്ട്, അന്ന് ഈ ആവശ്യം പറഞ്ഞിട്ടില്ല. ഇന്നലെ വിളിച്ചിട്ട് എന്നോട് ഈ ആവശ്യം പറഞ്ഞു. കരുവമ്പൊയിലെ വിളിച്ചിട്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നു. എന്തിന്? ഈ സംവാദം ഒഴിഞ്ഞു കിട്ടാൻ വേണ്ടി. MM-നെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്ന, മനസ്സിലാക്കണം, സംഘടന നടന്ന സംഘടനക്ക് എന്തോ സംഭവിക്കും, എങ്ങനെ ആശയത്തിൽ തെറ്റാന്ന് കിട്ടും, അതുകൊണ്ട് നടത്താതിരിക്കാൻ വേണ്ടി സംഘടന സമ്മർദ്ദം ചെലുത്തിച്ച് നടത്താതിരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് SMS പോയത്. ഇന്നലെ ബൈലക്സിലും അതുപോലെ തന്നെ ചില പ്രചരണങ്ങളിലും പ്രമാണിമാരും പ്രമാണങ്ങളും ഏറ്റുമുട്ടുന്നു എന്ന് പറഞ്ഞു. പ്രമാണിമാരും പ്രമാണങ്ങളും ഏറ്റുമുട്ടുന്നു എന്ന് ഇന്നലെ പരസ്യം. ആരായി പരസ്യം കൊടുത്തത്? താഹ സാഹിബെ. ആരായി? പ്രമാണങ്ങളും പ്രമാണിമാരും ഏറ്റുമുട്ടുന്നു. എവിടെ? ഇവിടെ അറബിക്കടലിലെ റാണി ആയ കൊച്ചിയിൽ പ്രമാണികളും പ്രമാണങ്ങളും ഏറ്റുമുട്ടുന്നു. എവിടെ പ്രമാണി? എനിക്ക് മനസ്സിൽ വിഷമമുണ്ട്. കാര്യം വെച്ചാല് എന്റെ പ്രവർത്തകരും എന്റെ ഞാൻ മുമ്പ് ആലുവയിൽ വെച്ച് എന്റെ സുഹൃത്തുക്കളോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇത് വലിച്ചിടരുത്, വലിച്ചിട്ടാൽ ഇതിന്റെ ദുരന്തം നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറമാണെന്ന് എന്റെ മുന്നിൽ ഞാൻ നോക്കുമ്പോൾ കാണുന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ പിന്തിരിയണം, നിങ്ങൾ ഈ ഫിത്ന വലിച്ചിടരുത് എന്ന് സ്നേഹത്തോടെ എന്റെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വൈറ്റില സലഫി മസ്ജിദിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ഫിത്ന നിങ്ങൾ വലിച്ചു കൊണ്ടുവരരുത്, എറണാകുളത്ത് നിങ്ങൾ കൊണ്ടുവരരുത്. ആലുവയിൽ വെച്ച് സ്നേഹത്തോടെ പറഞ്ഞു. അതുപോലും തെറ്റിദ്ധരിപ്പിച്ച് പലർക്കും ഫോൺ ചെയ്തിട്ട് എന്നെ കുറിച്ച് അപവാദം പറഞ്ഞു നടന്ന ആളുകൾ ഇവിടെയുണ്ട് എന്ന് എനിക്കറിയാം. എനിക്ക് മനസ്സിൽ വിഷമമൊന്നുമില്ല, അവരോട് എനിക്ക് വിഷമമൊന്നുമില്ല, ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. പക്ഷെ എന്നിട്ട് പോലും ആ വിവരം അറിയിച്ചിട്ട് ഞാനുമായിട്ട് സംസാരിച്ചിട്ടില്ല ഇന്ന് വരെ ഒരാളും. ആയിക്കോട്ടെ, പോട്ടെ. അതിനുശേഷം പിന്നെ ഈ നാട് മുഴുവൻ പ്രചരിപ്പിച്ച ഒരു മെയിലുണ്ട്. എന്ത്? അനസ് മൗലവി മടവൂരിയാകുന്നു. ഇപ്പോഴൊരു ബ്ലോഗ് തുറന്നിരിക്കുക, KNM ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട്. അനസ് മൗലവി അവസരവാദി.
മാത്രമല്ല ഇങ്ങനെ അപകീർത്തി നമുക്ക് അതിലൊന്നും ഒരു പ്രയാസമില്ല, അതുകൊണ്ട് പറയല്ല. അവസാനം KKP അബ്ദുള്ള എന്ന് പറയുന്ന ആളെ ഞാൻ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് സ്റ്റേജിൽ കേന്ദ്രമിന്റെ സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണം. അനസ് മൗലവി വടവൂരിസത്തിലെ KKPയെ കെട്ടിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആളുകൾ തന്നെ SMS വിട്ട് കളിക്കുക. അപ്പോ ഇത് വ്യക്തിപരമായി KKP എന്ന് പറഞ്ഞ വ്യക്തിയോട് നമുക്കൊരു ദേഷ്യമില്ല. ഒരു വ്യക്തി നിലക്ക് പലരും ഉണ്ട്, ഇവിടെ മുസ്ലിയാക്കന്മാരുണ്ട്, അവരോട് വ്യക്തിപരമായ ദേഷ്യമില്ല. ആദർശം ആ വിഷയത്തിൽ നമ്മുടെ വിയോജിപ്പുണ്ട്. പക്ഷെ ഇതിന്റെ പേരിൽ ഈ ആരോപണം കളവ് പറഞ്ഞു പ്രചരിപ്പിച്ചു. ഈ കളവ് പ്രചരിപ്പിച്ച് പ്രചരിച്ചപ്പോ ആദ്യം എന്നെ വിളിച്ചത് തളിപ്പറമ്പിൽ നിന്നൊരു സുഹൃത്താ, ഒരു പ്രവർത്തന. എന്നോട് ചോദിച്ചു, നിങ്ങൾ KKPയെ കെട്ടിപ്പിടിച്ചു സ്റ്റേജിൽ കൊണ്ടുപോയിരുത്തിയെന്ന് ഇപ്പൊ എനിക്ക് കിട്ടി, വാർത്ത കിട്ടി എന്ന് പറഞ്ഞു. എന്താണ് നിങ്ങളൊക്കെ മുനാഫിക്കാണ്, ഒന്ന് അവിടെ പറയാം ഒന്ന് ഇവിടെ പറയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല കാക്കട്ടെ, നിഫാഖിനെ ഞാൻ പേടിക്കുന്നുണ്ട്, സഹാബികൾ പേടിച്ചിട്ടുണ്ട്, സഹാബികൾ ഒരാളും നിഫാഖിനെ പേടിക്കാത്തവരില്ല, അല്ല കാക്കട്ടെ എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഉണ്ടോ നേരിട്ട് കാണാൻ? ഞാനില്ല എന്ന് പറഞ്ഞു അദ്ദേഹം. നിങ്ങൾ എവിടെ ഉള്ളത്? ഞാൻ ട്രെയിനിലാണ് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ട്രെയിനിൽ ഇരുന്നിട്ട് ഇപ്പോ അരമണിക്കൂറേ ഉള്ളൂ KKP എന്ന് പറഞ്ഞ ആളെ ഇവിടുന്ന് കണ്ടിട്ട്. ഞാൻ അയാൾ എനിക്കൊന്ന് സലാം പറഞ്ഞു, കൈ തന്നു. ഞാൻ KKP അല്ലാന്ന് പറഞ്ഞു. ഞാൻ എന്ത് വേണം ഞാൻ അയാളോട് ചോദിച്ചു. ഉടൻ തന്നെ ഈ പത്രക്കാർ ഫോട്ടോ എടുക്കണ പോലെ എല്ലാം മാറി നിന്നിട്ട് ഇങ്ങനെ വീഡിയോ പിടിക്കണം, ചില റെക്കോർഡ് ചെയ്യണം, പല പണി നടത്തുക. ഞാൻ ആ റെക്കോർഡ് ചെയ്തിട്ട് മുഴുവൻ അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന എനിക്കറിയാം, നാളെ ഫേസ്ബുക്കിൽ ഇത് ഉണ്ടാവും, ഞാൻ കാണും. അപ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത് വിടുമ്പോ അതിന്റെ ചുവട്ടിൽ എഴുതി വെക്കണം, 2 ആദർശമുള്ള 2 ആളുകൾ കണ്ടുമുട്ടിയപ്പോൾ എന്ന് എഴുതിയിട്ടല്ലാതെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇടരുത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അന്ന് സ്റ്റേജിൽ കയറി KKP അവിടെ ഇരുത്തി KKPക്കെതിരെ പ്രസംഗിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. എന്നെ കുറിച്ചാണ് ഈ അപവാദം പറയുന്നത്. അവസാനം ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ? തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു. തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു. ഈ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. ഞാൻ പറഞ്ഞു, അവസാനം ഞാൻ ആയിരിക്കും തളിപ്പറമ്പ് എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. അപ്പൊ എന്താന്ന് വെച്ചാൽ അവിടെ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ സാഹിബിനെ പങ്കെടുപ്പിക്കാതെ ഒരു പരിപാടി അവിടെ നടത്തി. എന്റെ മനസ്സുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്ന പലരും എന്നെ വിളിച്ചു പറഞ്ഞു, മൗലവി ആ പരിപാടി നിങ്ങൾ പങ്കെടുക്കരുത്, കാരണം അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് പങ്കെടുപ്പിക്കാൻ നടത്തുന്ന പരിപാടിയാ, നിങ്ങൾ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് എന്നോട് ബന്ധപ്പെട്ട പലരും എന്നെ വിളിച്ചു വ്യക്തിപരമായി പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഞാൻ ഹനീഫിനെ വിളിച്ചിട്ട് ചോദിച്ചു, പങ്കെടുക്കണോ വേണ്ടേ? പലരും പോകണ്ടെന്നാ പറയുന്നത്, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ പോകണ്ടെന്നാ പറയുന്നത് എന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഹനീഫ് പറഞ്ഞു, വേണ്ട, പോകാതിരിക്കരുത്, പോകണം എന്ന് പറഞ്ഞു. ഞങ്ങളോട് പോകണ്ട എന്ന് പറഞ്ഞത് പ്രമാണിമാർ തന്നെയാണ്. പക്ഷെ പോകണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങൾ, പോകണമെന്ന് തീരുമാനിച്ചു. പ്രമാണിമാര് പറഞ്ഞല്ല, പ്രമാണിമാര് തന്നെ ഞങ്ങൾ വിളിച്ചത്, പോകരുത് നിങ്ങൾ അവിടെ പങ്കെടുക്കരുത് നിങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ഇവനോട് ചോദിച്ചു, പങ്കെടുക്കണോ വേണ്ടേ? ഹനീഫ് പറഞ്ഞു, പങ്കെടുക്കണം. കാരണം നമ്മൾ പങ്കെടുത്തില്ല എങ്കിൽ ഈ പ്രസ്ഥാനത്തെ ആ പേര് പറഞ്ഞിട്ട് ഇവർ ക്രൂശിക്കും. നാളെ പങ്കെടുത്തിട്ട് അവരോട് നമ്മൾ പ്രസംഗിച്ചതിന് ശേഷം പിന്നെ ഇവരോട് നിലപാട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അവർ തെറ്റെന്താന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തി മടങ്ങിപ്പോ ഞങ്ങൾ തീരുമാനിച്ചു ഇവിടുന്ന് പോയി. ഈ തളിപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലം KKPയുടെ നാടാ, അറിയോ നിങ്ങൾക്ക്? ഞാൻ ഇവിടുന്ന് വിഷയമൊക്കെ തയ്യാറാക്കി KKP പൊളിക്കാൻ വേണ്ടി പോവാണ്. അന്നത്തെ റെക്കോർഡ് ചെയ്ത ആളായി നിൽക്കുന്നത്. വേറെ ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു നോക്കാം. ഞാൻ വിളിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, അവിടെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ? അപ്പൊ പറഞ്ഞു, KKPയുടെ നാട്, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. KKPക്കെതിരെ പ്രസംഗിക്കണ ഇയാൾ ബുക്കൊക്കെ ഇറക്കി പ്രശ്നം ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന്റെ നാട്ടിൽ ചാർജ് കിട്ടുമ്പോൾ നല്ലൊരു അവസരം എന്ന് വിചാരിച്ചു ഞാൻ അവിടെ ചെന്നു. വണ്ടി ഇറങ്ങിയ ഉടനെ പറഞ്ഞു, KKPയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത് എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, സുബ്ഹാനല്ലാഹ്, എന്താണിത്? അപ്പൊ പറഞ്ഞു, ഞാൻ ചെന്ന് സമയത്ത് ഒരൽപ്പം അരമണിക്കൂർ താമസിച്ച് ഞങ്ങൾ ചെല്ലുന്നത്. ചെന്ന് കയറുമ്പോൾ പറഞ്ഞു, KKPയെ കുറിച്ച് മൗലവി ഒന്നും പറയരുതെന്ന് പറഞ്ഞു. കൂടെ വന്ന ആളുകൾ. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് ലൈറ്റ് എക്സിബിഷന്റെ സമാപനമാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ അമുസ്ലിങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ KKP എന്നൊക്കെ പറയുമ്പോൾ ആ മുസ്ലിങ്ങൾക്കൊക്കെ ഒന്നും മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പറയുന്നത് വിചാരിച്ചിട്ട് ഞാൻ കയറിയിട്ട് നല്ല ഒരു തൗഹീദ് പ്രസംഗിച്ചു. തൗഹീദും അതുപോലെ തൗഹീദിന്റെ ആധികാരികതയൊക്കെ ഞാൻ പറഞ്ഞ്, ഹനീഫും അന്ന് 20 മിനിറ്റ് പ്രസംഗിച്ചു, ഞാനൊരു 1/4 മണിക്കൂർ പ്രസംഗിച്ചു, ദ്വാക ചെയ്ത് മടങ്ങിപ്പോയി. തിരിച്ച് പരിപാടി കഴിഞ്ഞ് താഴേക്കിറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുമ്പോ ഞാൻ ചോദിച്ചു, അല്ല KKP ഇവിടെ അല്ലേ എന്ന് ചോദിച്ചു. ആണ്, പിന്നെന്താ 2 അക്ഷരമെങ്കിലും അവനെ കുറിച്ച് പറയണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ മറുപടി എന്ന് പറയും, ഞാൻ ഇതുവരെ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, കഴിഞ്ഞ ദിവസം കണ്ണൂർ പ്രസംഗിച്ചിട്ടും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഈ പ്രമാണവും പ്രമാണിയും പറഞ്ഞ് കളിക്കുന്ന ആളുണ്ടല്ലോ, അവർക്ക് വേണ്ടി പറയാണ്. എന്താ പറഞ്ഞതറിയോ? അന്ന് പറഞ്ഞത്, ആ തളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത്, ആ തളിപ്പറമ്പിൽ പിന്നെ ഒരു സമ്പന്നൻ ഉണ്ടായിരുന്നു. അയാള് പഴയകാല മുജാഹിദാരനാ, അയാളുടെ മകനും ഇപ്പൊ സമ്പന്നനാ. ഈ പഴയകാല മുജാഹിദിന്റെ കൂട്ടുകാരനാണ് KKP. അവരെല്ലാം കൂടാണ് അവിടെ ആദ്യകാലത്ത് KNM പ്രവർത്തനം നടത്തിയത്. അപ്പൊ അദ്ദേഹം മരിച്ചു. ആര്? ഈ വാപ്പ മരിച്ചു. ഇപ്പൊ ആരാ ഉള്ളത്? മകനാ. അയാളാ നമ്മളെ സാമ്പത്തികമായിട്ട് ഏറ്റവും അധികം സഹായിച്ചുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് KKPക്കെതിരെ പറയുന്നത് അയാൾക്ക് ഇഷ്ടല്ല എന്ന് പറഞ്ഞു. അയാള് അതിന് ദേഷ്യം അകലിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പറയണ്ടെന്ന് പറഞ്ഞത്. നെഞ്ചിലൊരു ഇടിക്കട്ട കൊണ്ട് ഇടിച്ചതുപോലെ സത്യത്തിൽ തോന്നി.
തോന്നി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് പ്രമാണാണോ പ്രമാണിയാണോ, പ്രമാണമാണോ പ്രമാണിയാണോ പറയണം. ഈ രൂപത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞോളൂ, കുഴപ്പമില്ല, ആയിക്കോട്ടെ. ഇപ്പൊ ഇവിടെയും പ്രമാണവും പ്രമാണിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോ ഈ രൂപത്തിൽ സമ്മർദ്ദം നമ്മൾ ചെലുത്തിച്ചാണെന്ന് പറഞ്ഞു. ഇനി അവസാനം ഇവിടെ വന്നപ്പോഴാണ് എന്റെ കയ്യിൽ ഈദാന്റെ ഒരു കത്ത് താഹ സാഹിബ് കാണിച്ചു തരുമ്പോഴാണ് ഞാനിത് കാണുന്നത്. ചിലർ പറഞ്ഞിട്ട് ഈദാൻ കത്തയക്കണ്ട്, ഈദാൻ വിളിക്കണ്ട് എന്നൊക്കെ പറയണല്ലാതെ ഞാനിത് കണ്ടിട്ടില്ല. എന്നെ ആരും വിളിച്ചിട്ട് ഈദാൻ കത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞാനിവിടെ വരുമ്പോ ഈദാൻ എനിക്ക് കത്തയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ഈദാൻ അങ്ങനെ ഇടപെടുന്നുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഈ കത്ത് ഞാൻ കണ്ടു. ഇത് ഞാൻ നോക്കുമ്പോൾ തന്നെ ഇത് ഫദീലത്തു ഷെയ്ഖ് അബ്ദുള്ള കോയ റയീസ് ജമിയത്ത് നദൂത്തുൽ മുജാഹിദീൻ സലഫിയ ഫി വിലായത്തി കേരള ഹിന്ദ്. ഇത് ഒന്നാമത് അയച്ചിട്ടുള്ളത് അബ്ദുള്ള കോയ മദനിക്കാണ്. രണ്ടാമത് പിന്നെ ഫദീലത്തു ഷെയ്ഖ് മുഹമ്മദ് മദനി റയീസ് ജമിയത്തുൽ ഉലമ ഫി വിലായത്തി കേരള ഹിന്ദ് MM മദനിക്കാണ്. ഇത് കോപ്പി ടു NK താഹ, കോപ്പി ടു അനസ് മൗലവി എന്ന് പോലും ഇതിൽ എഴുതിയിട്ടില്ല. ഇതിലൊരു കോപ്പി എടുത്തിട്ട് ആരോ എന്റെ മെയിലേക്ക് ഫോർവേഡ് ചെയ്തു എന്ന് പറയുന്നു. എനിക്കറിയില്ല, ഞാൻ നോക്കിയാൽ പറഞ്ഞുതരാം. താഹ സാഹിബിന് ഇന്നലെ അത് കിട്ടി എന്ന് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാല് എന്താണ്, ഇത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാന്ന്. ഇത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ചർച്ച ചെയ്യാന്ന നിങ്ങൾ മനസ്സിലാക്കണം. ഇദ്ദേഹം ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടുള്ളത് MM മദനിയോടും അതുപോലെ തന്നെ ബഹുമാനായ അബ്ദുള്ള കോയ മദനിയോടും ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള, നിങ്ങളുടെ സംഘടനക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച ചെയ്യാന്ന. ഞാനും താഹ സാഹിബും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം സൗദി അറേബ്യയിൽ വെച്ച് ചർച്ച ചെയ്യാം. എനിക്കും താഹ സാഹിബിനും ടിക്കറ്റ് അയച്ചു തരാം, ഞങ്ങളവിടെ ചെല്ലുക, എന്നിട്ട് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യുക എന്നല്ല ഇതിലുള്ളത്. എന്നല്ല, അങ്ങനെ ആണെങ്കിൽ പറഞ്ഞോളി. എനിക്കും താഹ സാഹിബിനും ടിക്കറ്റ് അയച്ചു തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ ചെന്നിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യാം എന്നാണോ? അല്ല. ഇത് അയച്ചിട്ടുള്ളത് പിന്നെ അബ്ദുള്ള കോയ മദനിക്കും അതുപോലെ തന്നെ മുഹമ്മദ് മദനിക്കുമാണ്. സംഘടനാ വിഷയത്തിലുള്ള വിഷയങ്ങളിൽ പിന്നെ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ എന്തെടുക്കുക, അവിടെ നിന്ന് ചർച്ച ചെയ്യാം. ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നത് തന്നെ തെറ്റ്. അഭിപ്രായ വ്യത്യാസമല്ല, അഭിപ്രായ ഐക്യമുള്ളത്. അപ്പൊ ഇനി ഇത് നമുക്ക് പിന്നെ സൗദി അറേബ്യയിൽ പോയി സംവദിക്കാന്ന് പറഞ്ഞാല്, ഇതിപ്പോ ഇന്നലെ ഞാൻ അറിയാതെ എടുത്തു, ചില സംഗതികൾ ഇങ്ങനെ അറിയാതെ എടുത്തു വെക്കാറുണ്ട്. ഇതിങ്ങനെ വരും, ഇങ്ങനെ കത്തയക്കുന്ന കണ്ടിട്ടൊന്നും എടുത്തു വെച്ചല്ല. ഇത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ ഫുൾ നോട്ടാണിത് തൗഹീദിന്റെ വിഷയത്തിലുള്ള. അതിൽ അവർ സലഫി മധ്യസ്ഥതയിൽ ജമാഅത്തുമായി ഒരു സംവാദത്തിന് മുജാഹിദുകൾ തയ്യാറാകുമോ എന്നാണ്. എന്നുവെച്ചാൽ തൗഹീദിന് മൊത്തം കുത്തക ആവശ്യപ്പെടുന്ന മുജാഹിദ് സുഹൃത്തുക്കളുടെ അവസാനമായ ഒരു കാര്യം കൂടി, ഖുർആനും സുന്നത്തും അടിസ്ഥാനമായി അംഗീകരിച്ച് സലഫുസാലിന്റെ പാതയിൽ ചരിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്നവരാണ് മുജാഹിദിൽ എന്നിരിക്കെ ജമാഅത്തുമായി തർക്കമുള്ള ഹാക്കിമിയത്ത് ഇബാദത്ത് തുടങ്ങിയ വിഷയങ്ങൾ എന്തുകൊണ്ട് ഇരുകൂട്ടരും അംഗീകരിക്കുന്ന ഗൾഫ് നാടുകളിലെ സലഫി പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ചർച്ച ചെയ്തുകൂടാ? അതിന് മുജാഹിദ് പ്രസ്ഥാനം നേതൃത്വം തയ്യാറാകുമ്പോൾ ജമാഅത്ത് ഒരിക്കലും അതുമായി സഹകരിക്കാതിരിക്കില്ല. കണ്ടോ, ഇത് ഇവരിങ്ങനെ വെല്ലുവിളിച്ചടക്കാറുണ്ട്. ജമാഅത്തുകാരുമായിട്ട് പിന്നെ സൗദി വെച്ച് സംവാദത്തിനുണ്ടോ? എന്താന്ന് വെച്ചാൽ ഇവർ ഈ പറയേണ്ട ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒന്ന്, ആ അർത്ഥത്തിലൊരു സംവാദം സൗദി അറേബ്യ വെച്ച് നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. രണ്ട്, അത് നടക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇത് വായിക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കും? ഇവരെന്തോ സൗദിയിലുള്ള പണ്ഡിതന്മാർ ഇവർക്കെന്തോ അനുകൂലമായിട്ട്, ആർക്ക്? ഈ തൗഹീദിന്റെയും ഹാക്കിമിയത്തിന്റെയൊക്കെ വിഷയത്തിൽ സൗദിയിലുള്ള പണ്ഡിതന്മാർ ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമായിട്ട് എന്തോ പറയുന്നുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലെ സൗദി പോക്ക്. അതുപോലെ തന്നെ സൗദി പോയി ചർച്ച ചെയ്യുക, സൗദിയിൽ നിന്ന് ചർച്ച ചെയ്യുക. എന്താണ്, സൗദിയിലേക്ക് അങ്ങോട്ട് പോകാതെ സൗദിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ? സൗദിയിലുള്ള ഇപ്പൊ ഈ പറയുന്ന ആളുകളുണ്ടല്ലോ. ഇനി മാത്രല്ല, ഈ വിഷയത്തിൽ തീരുമാനമാകാത്ത വിഷയമല്ല, തീരുമാനമായ വിഷയ. ആ വിഷയത്തിൽ സലഫി ആശയത്തിന് എതിരുണ്ട്. മാത്രല്ല, ബഅ്ള അൽ മസായിൽ ഖിലാഫിയായ അഭിപ്രായ വ്യത്യാസമുള്ള ചില മസലകളിൽ പല ചർച്ചകളും പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പറയാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ട്. അതിന് തീർന്നിട്ടില്ല, അവിടെ ഇരിക്കും. ഇങ്ങനെയുള്ള ഇടപെടൽ തന്നെ പ്രശ്നം. അവിടെ ഇരിക്കൂ നിങ്ങൾ. എന്താ ഇങ്ങനെ കാണിക്കുക? അങ്ങനെ ഇടപെടരുത്, ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കാൻ അവസരമില്ല. അതിന് സംവാദം ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങളല്ല ചോദിക്കേണ്ടത്. അതിന് പ്രാപ്തിയുള്ള, വിവരമുള്ള, അറിവുള്ള ആളുകൾ ഉണ്ടാകണം. അവരെ കൊണ്ടുവരാനാ പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ പലതും ചോദിച്ചതാണ് ഈ ഫിത്ന ഇവിടെ ഉണ്ടായത്, ഈ കുഴപ്പം ഇവിടെ ഉണ്ടായത്. ഇങ്ങനെ ചോദിക്കരുത് എന്ന് നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വിവരമുള്ള ആളുകളെ കൊണ്ടുവരാൻ അതിനാ പറഞ്ഞത്, പണ്ഡിതന്മാരെ കൊണ്ടുവരാൻ. സാധാരണക്കാരിടപെട്ടിട്ടല്ല ഈ വിഷയം വഷളാക്കേണ്ടത്, സാധാരണ പ്രവർത്തകരിടപെട്ടിട്ടല്ല വിഷയം വഷളാക്കേണ്ടത്. നേരെ മറിച്ച് അതിനാ പണ്ഡിതന്മാർ വരാൻ പറഞ്ഞത്. അപ്പോ എന്നിട്ടും താഹ സാഹിബ് അവസാനം പറഞ്ഞു നിർത്തി എന്താ? അവസാനം പറഞ്ഞ എന്റെ ആരോഗ്യസ്ഥിതി നടത്തിയ സംവാദം നടത്താം, ശരിയായ സംവാദം നടത്താന്നാണ്. എന്തുകൊണ്ട് താഹ സാഹിബിന് അത് പറയേണ്ടി വന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, താഹ സാഹിബ് ഒറ്റപ്പെട്ടിരിക്കും. താഹ സാഹിബിന് സംവാദം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കറിയാം. അങ്ങനെ മാറുന്ന ആളല്ല താഹ സാഹിബ്, എനിക്കറിയാം. പിന്തിരിയുന്ന ആളല്ല താഹ സാഹിബ്, എനിക്കറിയാം വ്യക്തിപരമായി താഹ സാഹിബിനെ. അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു. അദ്ദേഹത്തോട് വരാമെന്ന് പറഞ്ഞവർ, അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്ത ആളുകൾ, 18-ാം തീയതി സംവാദത്തിന് ഡേറ്റ് കൊടുത്ത ആളുകൾ അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു. എനിക്കറിയാം.
എനിക്കറിയാം. എന്നാൽ അദ്ദേഹം പറയാം സംവാദത്തിന് ഇനിയും തയ്യാറാണെന്ന്. അദ്ദേഹം ആരോഗ്യ അപ്പോഴും ഈ പ്രശ്നം ഫിത്തനൊക്കെ ഉണ്ടാവൂലേ? എനിക്ക് വിഷമമുണ്ട് മാന്യ സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു അവസ്ഥയിൽ എഴുന്നേറ്റ് നിൽ. കാര്യം ഖുറാഫികളുടെ മുന്നിലും ജമാഅത്തുകാരന്റെ മുന്നിലും മടവൂരികളുടെ മുന്നിലും ഒക്കെ ഞാൻ എഴുന്നേറ്റ് നിന്നാൽ എന്റെ മനസ്സോ എന്റെ നാവോ ഒരിക്കലും എന്റെ കാലോ ഇടറാറില്ല. പക്ഷേ എനിക്ക് വിഷമമുണ്ട്, മാനസികമായി പ്രയാസമുണ്ട് ഇത് പറയുമ്പോൾ. അപ്പോ മാന്യ സഹോദരങ്ങളെ, വളരെ ലളിതമായി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ സംവാദം നടത്താതിരിക്കും, എന്ത് വേണമെങ്കിലും ചെയ്യാം. സംവാദം നടത്താതിരിക്കും, അതെന്താണെന്ന് ചെയ്യാം. ഞങ്ങളതിൽ നിന്ന് പിന്മാറുകയില്ല. ഞങ്ങൾക്ക് അതിന് പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾ 100% ഹക്കിലാണ് എന്ന് ഉറപ്പിച്ചിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് ഇന്ന് വരെ. അതിൽ ഒരു തെറ്റ് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ, ഞങ്ങൾക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്താം. ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കാം, അത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കാം. അല്ലാതെ ഞങ്ങളത് ഒരിക്കലും അതൊരു ആശയമായി കൊണ്ടു നടക്കുകയോ അല്ലെങ്കിൽ അത് ആശയമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയോ ഞങ്ങൾ ചെയ്യില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ഞാൻ ലളിതമായി ഒന്ന് ചോദിക്കട്ടെ, ഇതിൽ സലഫി ആശയത്തിന് വിരുദ്ധമായ ആശയങ്ങൾ ഉണ്ട് എന്ന് ഈ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊന്ന് എണീറ്റിരിക്കാമോ? കേരള ജമിയത്തുൽ ഉലമ ഇറക്കിയ ഈ പുസ്തകത്തിൽ സലഫി ആശയത്തിന് വിരുദ്ധമായതുണ്ട് എന്ന് പറഞ്ഞ ആളുകൾ ഒന്ന് എഴുന്നേറ്റിരുന്നു. ഈ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിലും ഒന്ന് എഴുന്നേറ്റിരുന്നു. ധൈര്യത്തിൽ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കൂല ഇതിന്റെ പേരിൽ. ഓക്കെ. ഇനി ആരാ ഉണ്ട്? എത്ര പേരുണ്ട്? തരും അവസരം തരും. എത്ര പേരുണ്ട്? ഈ 8 പേരുമായി ഞങ്ങൾ സംവാദത്തിനെടുക്കുകയാണ്. കാരണം വെച്ചാൽ ഇതുമായി ഒരാൾ ഇവിടുന്ന് പോകണ്ട, ഈ വിഷയവും കൊണ്ട് ഒരാൾ ഇവിടുന്ന് പോകണ്ട. ഈ 8 പേരുമായി ഞങ്ങൾ ഇപ്പോൾ സംവാദത്തിനെടുക്കുകയാണ്. അവർക്ക് ജമിയത്തുൽ ഉലമ സലഫി ആശയത്തിനെതിരായത് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ ഇവിടുന്ന് തെളിയിച്ചു തരണം. ഞങ്ങൾക്ക് മുന്നിൽ തെളിയിച്ചു തരണം. അതിനകത്ത് ആദ്യം വരുന്ന ആരാ? നിങ്ങൾ ചോദിക്കണ്ട. ഇവിടെ ചോദ്യം കഴിഞ്ഞു, ഉത്തരം കഴിഞ്ഞു. അവിടെ നിൽക്ക്. നിങ്ങൾ അങ്ങനെ പോകല്ലേ മക്കളെ, അങ്ങനല്ല. അവിടെ നിൽക്ക്. അതല്ല, അത് അങ്ങനൊന്നും വേണ്ട. ഇവിടെ ചോദ്യമില്ല. നേരെ മറിച്ച് അപ്പോ അതെവിടെ ഇരിക്കട്ടെ. ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സംവാദം ഇനി ഏതായാലും നടക്കില്ല എന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി കൂടുതൽ ആ വിഷയത്തിൽ സംസാരിക്കുന്നില്ല. ഇനി ഈ വന്ന കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇതിൽ സലഫി ആശയത്തിനെതിരുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സലഫി ആശയത്തിനെതിരുണ്ട് ഇതിൽ എന്ന് അവർക്ക് തെളിയിക്കാൻ അവസരം ഞങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. 8 ആള്. അസ്സലാമു അലൈക്കും. ഇവിടെ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പോലെയുള്ള കാര്യം ഇന്നത്തെ അസ്സലാമു അലൈക്കും. പിന്നെ ഈ വിഷയത്തിൽ എന്റെ കൂടെ വന്ന ആളുകൾ ആരും തന്നെ ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കാനോ ഈ വിഷയം ഒരു ചർച്ച ചെയ്യാനോ ശ്രമിക്കരുത്. കാരണം അത് നമ്മൾ തീരുമാനിച്ചതിന് വിരുദ്ധമായ ഒരു കാര്യമാണ്.